ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു വെബിനാർ ടോപ്പിക്കാണ്. നമ്മളിതിന് മുന്നത്തെ ടോപ്പിക് ഫണ്ടമെന്റൽസ് തന്നെയായിരുന്നു, ഫോറക്സ് മാർക്കറ്റിംഗ്. ഇപ്പോൾ ഒത്തിരി പേര് കണ്ടിട്ട് അതിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അത് പറയണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നൊരു പുതിയൊരു PPT തയ്യാറാക്കി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മൾ ഈ ഫണ്ടമെന്റൽസ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഫണ്ടമെന്റൽസ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ ഈ ഫോറക്സ് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എന്ത് കാരണം കൊണ്ടാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കണം. അതിന് ഈ ഫണ്ടമെന്റൽസും അതെന്താണെന്ന് നമ്മൾ ആധികാരികമായി പഠിച്ചേ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്റ്റോക്കൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു സ്റ്റോക്കിന് മാത്രം നമ്മൾ പഠിക്കും. ഒരു എക്സ് സ്റ്റോക്ക് ആണെങ്കിൽ ആ സ്റ്റോക്ക് എങ്ങനെ പെർഫോം ചെയ്തു, അതിൻ്റെ ബാലൻസ് ഷീറ്റ് എന്താണ്, ക്യാഷ് ഫ്ലോ എന്താണ്, ROI, ROE, റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. ഏത് സെക്ടറാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്രൈസുകൾക്കെല്ലാം മൂവ്മെൻറ്റ്സിൻ്റെ ഒരു കാരണം ഉണ്ടായിരിക്കും. ഫോറക്സിലും ശരിക്കും അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുത്തിട്ട്, പ്രത്യേകിച്ച് കറൻസികളും കമ്മോഡിറ്റീസൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബാലൻസ് ഷീറ്റോ അങ്ങനെയൊന്നും നമുക്ക് കിട്ടില്ല. പക്ഷേ മാർക്കറ്റിൽ ഈ പ്രൈസൊക്കെ മൂവ് ചെയ്യാനായിട്ട് ഫണ്ടമെൻ്റൽസ് ആയിട്ട് കുറേ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഇത്തിരി വലിയ ടോപ്പിക്കാണ്, പക്ഷെ എല്ലാവരും സമയമെടുത്ത് ഇത് മനസ്സിലാക്കണം. കാരണം ഇത് മനസ്സിലാക്കിയാലാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. അതിന് അഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വെബിനാറിലേക്ക് കിടക്കാം. ഫണ്ടമെന്റൽസ് ഓഫ് ഫോറക്സ് എന്നാണ്. കുറേ ടോപ്പിക്കുകൾ വരും. ഒരു നോട്ട് പാഡ് എടുക്കുക, അറിയാത്ത കാര്യങ്ങൾ എഴുതി വെക്കുക. സംശയമുള്ളത് വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇനി ഏതെങ്കിലും PPT, ഏതെങ്കിലും സ്ലൈഡ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു തരാം, മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയാണെങ്കിലും. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി കുറേ കാര്യങ്ങൾ ഇതിൽ വരും. ഇൻഫ്ലേഷൻ വരും, കുറേ ന്യൂസ് ഓറിയൻറ്റഡ് വരും. അപ്പോൾ നമുക്ക് ഓരോന്നും 1 by 1 മനസ്സിലാക്കും. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് ഇൻഫ്ലേഷൻ എന്നാണ്. അപ്പോൾ എന്താണ് ഇൻഫ്ലേഷൻ? ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിലകളിലെ പൊതുവായതും സുസ്ഥിരവുമായ വർധനയായ പണപ്പെരുപ്പം വാങ്ങൽ ശേഷിയെ ഇല്ലാതാക്കുന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിലകളിലുള്ള പൊതുവായതും നിരന്തരമായിട്ടുള്ള വർധനവ്. ആ വർധനവ് അങ്ങനെ വരുമ്പോൾ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നു. ഇൻഫ്ലേഷൻ സംഭവിക്കുമ്പോൾ നമ്മുടെ പർച്ചേസിങ് പവർ കുറയുന്നു. നമ്മുടെ കയ്യിലുള്ള മണി സെയിം ആയിരിക്കും, നമ്മുടെയുള്ള ഫണ്ട് സെയിം ആയിരിക്കും. നമ്മളതിൽ മുന്നേ പർച്ചേസ് ചെയ്ത് അത്രയും നമുക്ക് ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. ഒരു വ്യക്തി 1990-ൽ 1 ലിറ്റർ പെട്രോൾ 40 രൂപയാണ് അന്നത്തെ റേറ്റ്. 100 രൂപയ്ക്ക് നമ്മൾ മേടിക്കുന്നു എന്ന് വിചാരിക്കാം. ഒരു മിനിറ്റ്. അപ്പോൾ അന്ന് 40 രൂപയാണ് പെട്രോളിനുള്ളത്. അന്ന് 100 രൂപയ്ക്ക് 2.5 ലിറ്റർ പെട്രോൾ കിട്ടും. പക്ഷേ പിന്നീട് പെട്രോളിൻ്റെ വില കൂടി. അപ്പോൾ ആൾക്ക് 100 രൂപയ്ക്ക് അത്രയും ലിറ്റർ പെട്രോൾ മേടിക്കാൻ കിട്ടില്ല. അതായത് 28 വർഷം, ഫോർ എക്സാമ്പിളാണ്. ഇപ്പോൾ 28 വർഷം കഴിഞ്ഞിട്ട്, 28 വർഷം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. 28 വർഷം കഴിഞ്ഞ് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് 1 ലിറ്ററിന് എത്ര രൂപ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതാണ് ബേസിക്കലി ഇൻഫ്ലേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളുടെ വില കൂടുന്നു, നമ്മുടെ പർച്ചേസിങ് പവർ കുറയുന്നു. ഇനി ഈ ഇൻഫ്ലേഷൻ പല രീതിയിലും സംഭവിക്കാം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഫ്ലേഷൻ ഈസ് ഗുഡ് വെൻ ഇറ്റ് ഈസ് മൈൽഡ്. ഇൻഫ്ലേഷൻ മൃദുവായിട്ടിരിക്കുമ്പോൾ അത് നല്ലതാണ്. നമുക്ക് നോക്കാം. വില കൂടുമ്പോൾ ഉപഭോക്താക്കൾ താല്പര്യപ്പെടുകയും മുൻകൂട്ടി വാങ്ങാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വളരുന്ന വിപണി ഡിമാൻഡിനോട് ഇത് ഹ്രസ്വകാലത്തേക്ക് പ്രതികരിക്കുന്നു. തൽഫലമായി സ്റ്റോർ വിൽപ്പന വർദ്ധിക്കുകയും ഫാക്ടറികൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് ഡിമാൻഡ് നിറവേറ്റുന്നതിനായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചു. ഈ ചക്രം സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലഘട്ടത്തിലേക്ക് നയിക്കുന്നു. ഇത് പട്ടിണി കിടക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ മൈൽഡായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വില മുൻകൂട്ടി മനസ്സിലാക്കാനും ഉപഭോക്താക്കൾക്ക് അത് താല്പര്യം വരാനും അത് പർച്ചേസ് ചെയ്യാനും വിപണിയിലെ ഡിമാൻഡിനെ കുറച്ച് കാലത്തേക്ക് അത് പ്രതികരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇൻഫ്ലേഷൻ മൈൽഡായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോർ വിൽപ്പന, ഫാക്ടറികളുടെ ഉൽപ്പാദനം, ഇതെല്ലാം വർദ്ധിക്കും. അപ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുമ്പോൾ ഈ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള തൊഴിലവസരങ്ങളും മറ്റും കൂടുതലും ഈ ഇക്കണോമിയിൽ സംഭവിക്കും.
അങ്ങനെ ഈ ഒരു സൈക്കിൾ സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലഘട്ടത്തിലേക്ക് നയിക്കുന്നു. കാരണം സാമ്പത്തിക മാന്ദ്യം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അപ്പോൾ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം ഒരു മൈൽഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിലേക്കും നമ്മുടെ എക്കോണമിക്കും നല്ലതാണ്. ഇനി വില വളരെയധികം കുറയുന്നത് തടയാൻ ഇത് സഹായിക്കുന്നു. ഇൻഫ്ലേഷൻ മൈൽഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ ഡിമാൻഡ് കൂടും. ആ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടും, കൂടുതൽ ആൾക്കാരെ ജോലി കിട്ടും. അങ്ങനെ അത് ഒന്ന് തടഞ്ഞു വയ്ക്കാൻ സഹായിക്കും. വില കുറയുമ്പോഴോ, വില കുറയുമ്പോൾ ഈ ജോലിക്കാരുടെ അവസരങ്ങൾ, ജോലിയും കുറഞ്ഞു പോകുന്നവർ കരുതുന്നു. അതിനാൽ അവർ കുറച്ച് വാങ്ങുന്നു. ഇപ്പോൾ ഇൻഫ്ലേഷൻ കുറയാണ്, ഇപ്പോൾ പണപ്പെരുപ്പം അല്ലെങ്കിൽ സാധനങ്ങളുടെ വില കുറയുകയാണെങ്കിൽ ആരും ഇപ്പം സ്പെൻഡ് ചെയ്യില്ല, കുറച്ചുകൂടി കുറയട്ടെ, കുറഞ്ഞതിന് ശേഷം മേടിക്കാമെന്ന് കരുതിയിട്ട് അവർ പർച്ചേസ് ചെയ്യുന്നത് കുറച്ചിട്ട് ഇനിയും കുറയാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. സാധനങ്ങളുടെ അവൈലബിലിറ്റി കൂടും, കമ്പനികൾക്ക് അവർ വിറ്റുകൊണ്ടിരുന്ന സാധനങ്ങൾ വില കുറച്ച് നൽകേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രൊഡക്ഷൻ കുറയുമ്പോൾ അത്രയും എംപ്ലോയീസിൻ്റെ ആവശ്യം നമുക്ക് വരില്ല. അങ്ങനെ പല കമ്പനികളും ലേ ഓഫ് സംഭവിക്കുന്നു. നമുക്കറിയാം, പല കമ്പനികളും നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട്. ലേ ഓഫ് 20,000 പേരെ പറഞ്ഞു വിട്ടു, 25,000 പേരെ പറഞ്ഞു വിട്ടു എന്നൊക്കെ നമുക്ക് കേൾക്കാം. ഈ ഒരു അവസരം കൂടുമ്പോൾ ഗവൺമെൻറ് ഇടപെടും. ഗവൺമെൻറ് ഇടപെട്ടിട്ട് സാധനങ്ങളുടെ വിലയൊക്കെ ഇത്തിരി കൂട്ടും. ഇത് കൂട്ടുമ്പോൾ ഇത് വാങ്ങലുകൾ നടത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ബിസിനസ്സുകാർ തുറന്നു നിൽക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഡിമാൻഡ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂടും, സാധനങ്ങളുടെ വില കൂടും. അപ്പോൾ അത് വാങ്ങിക്കാൻ, വില കുറയുമ്പോഴുള്ള കുഴപ്പം നമ്മൾ മനസ്സിലാക്കണം. വില കുറയുമ്പോൾ വീണ്ടും കുറയാനായിട്ട് കാത്തിരിക്കും. നേരെ മറിച്ച് വില കൂടുമ്പോൾ ആൾക്കാർ പർച്ചേസ് ചെയ്യും, കൂടുതൽ പർച്ചേസ് ചെയ്യും. കാരണം ഒരു മാസം കഴിഞ്ഞ് കൂടുതൽ വിലയ്ക്ക് വാങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ട്. ഇനി ഉയരമെത്തുന്ന ഇൻഫ്ലേഷൻ മോശമാണ്. ഹൈ ഇൻഫ്ലേഷൻ ഈസ് ബാഡ്. പണപ്പെരുപ്പം നിരക്ക് കുത്തനെ ത്വരിതപ്പെടുത്തുകയും ഉയർന്ന നിലയിൽ തുടരുകയും ചെയ്യുമ്പോൾ ഭാവിയിലെ പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഒടുവിൽ അതനുസരിച്ച് ഉയരാൻ തുടങ്ങും. ആ പ്രതീക്ഷകൾ ഉയരുമ്പോൾ തൊഴിലാളികൾ വലിയ കൂലി വർധന ആവശ്യപ്പെടാൻ തുടങ്ങുകയും തൊഴിലുടമകൾ ഉൽപ്പാദനത്തിന്റെ വില വർദ്ധിപ്പിച്ച് ആ ചെലവുകൾ വഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഇൻഫ്ലേഷൻ കൂടിയാലും കുഴപ്പമാണ്. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ എംപ്ലോയീസ് അവരുടെ വേജസ്, സാലറി അല്ലെങ്കിൽ എല്ലാം അവർ കൂടുതൽ ആവശ്യപ്പെടും. കാരണം അവർക്കറിയാം അവരെ വർക്ക് ലോഡ് കൂടുതലാണ്, അവർക്ക് ഡിമാൻഡ് വരാണ്. അപ്പോൾ അവരവരുടെ സാലറി കൂട്ടും. ആ സാലറി മീറ്റ് ചെയ്യാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൊഴിലുടമകൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റിന്മേൽ അവരതിൻ്റെ വില കൂട്ടും. കാരണം അവർക്കത് കോമ്പൻസേറ്റ് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ ഹൈ ഇൻഫ്ലേഷൻ എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിനെ, നമ്മുടെ എക്കോണമീനെ ബാധിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തതാണ് പലിശ നിരക്കും പണപ്പെരുപ്പവും, ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് ഇൻഫ്ലേഷൻ. കടം കൊടുക്കുന്നയാൾ കടം വാങ്ങുന്നയാൾക്ക് പണം നൽകുമ്പോഴാണ് പലിശ നിരക്ക്. ഉയർന്ന പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. പലിശ നിരക്ക് കൂടുമ്പോൾ കടം വാങ്ങാനുള്ള ചെലവ് കൂടും. ഇത് കടം വാങ്ങുന്നത് ചിലവേറിയതാക്കുന്നു. അതിനാൽ കടം വാങ്ങുന്നത് കുറയുകയും പണലഭ്യത കുറയുകയും ചെയ്യും. വിപണിയിലെ പണലഭ്യത കുറയുന്നത് വില കൂടിയ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമായി ആളുകൾ ചെലവഴിക്കുന്ന പണം കുറയാൻ ഇടയാക്കും. വിതരണ സ്ഥിരതയോടെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആവശ്യം കുറയും. അത് ചരക്കുകളുടെയും സേവനങ്ങളുടെയും വില കുറയുന്നതിലേക്ക് നയിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മോണിറ്ററി പോളിസി ഓരോ രാജ്യത്തിനും വളരെ എന്താ പറയുക, പിവട്ടലായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മാർക്കറ്റിലെ മോണിറ്ററി പോളിസി, ഇൻട്രസ്റ്റ് റേറ്റ് അനുബന്ധിച്ച് ന്യൂസ് വരുമ്പോഴൊക്കെ ആ കൺട്രീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ കറൻസിയിൽ നല്ലൊരു ഫ്ലക്ച്വേഷൻസ് കാണാം. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ ആ രാജ്യത്തെ കറൻസി സ്ട്രോങ് ആവാമെന്നാണ് അർത്ഥം. അങ്ങനെ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹോം ലോണിൻ്റെ കാര്യം പറയുകയാണ്. ഇവിടുത്തെ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിലൊക്കെ ഒരു ഹോം ലോൺ മേടിക്കുകയാണെങ്കിൽ 8 to 10% ആണ്. ഇപ്പോൾ 9 above ആണ്. 9 to 10% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. അത് കുറയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആൾക്കാർ കൂടുതൽ ലോൺ എടുക്കും. കൂടുതൽ ലോൺ എടുക്കുമ്പോൾ എന്തുണ്ടാവും? കൂടുതൽ പണം ഇക്കോണമിയിൽ വരും. ഇപ്പോൾ ഹൗസ് ലോൺ ആണെങ്കിൽ ഹൗസ് മാനുഫാക്ചറിങ് സംബന്ധപ്പെട്ട റോ മെറ്റീരിയൽസ് എല്ലാം കൂടുതൽ സെയിലാവും. അങ്ങനെ എക്കോണമിയിൽ കൂടുതൽ പൈസ വരും. നേരെ മറിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോഴോ ആൾക്കാർക്ക് തിരിച്ചടയ്ക്കേണ്ട ലോണിൻ്റെ സംഖ്യ കൂടും. അപ്പോൾ ലോൺ എടുക്കുന്നത് കുറയ്ക്കും. ലോൺ എന്ന് ഉദ്ദേശിച്ച് ഹോം ലോൺ മാത്രമല്ല, എന്ത് പ്രൊഡക്ഷൻ ആണെങ്കിലും, ബിസിനസ് അറിയാലോ, ഒരു കൺട്രി ഡെവലപ്പ് ചെയ്യുന്നത് ആ കൺട്രിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ചിട്ടും അവർ റീപേ ചെയ്യുന്ന ലോണിൻ്റെ എമൗണ്ട് അനുസരിച്ചിട്ടാണ്. അങ്ങനെ ലോൺ എമൗണ്ട് കൂടുമ്പോൾ
അവിടെ ഈ പ്രൊഡക്ഷനും മാനുഫാക്ചറിങ് എല്ലാം നിൽക്കും. അപ്പം അങ്ങനെ ഉണ്ടാവും. ഈ പ്രൊഡക്ഷൻ ഇത് കുറയ്ക്കുമ്പോൾ നിലവിലുള്ള ചരക്കുകളുടെയും സേവനങ്ങളുടെയും വില കുറയും. കാരണം വാങ്ങിക്കാൻ ആൾക്കാരില്ല. മാത്രമല്ല പുതിയതായിട്ടൊന്നും അവിടെ മാനുഫാക്ചറിങ് പുതുതായി ഡെവലപ്മെൻറ്റ്സ് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റും ഇൻഫ്ലേഷനും വളരെ അധികം കോറിലേറ്റഡ് ആണ്. ബേസിക്കലി ഈ ഫണ്ടമെൻ്റൽ ന്യൂസൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഇതെല്ലാം മാർക്കറ്റിലെല്ലാ ന്യൂസുകളായിട്ട് ഇത് കോറിലേറ്റഡ് ആണ്. ഇൻഫ്ലേഷൻ ആണെങ്കിലും മറ്റ് വരാൻ പോകുന്ന ന്യൂസുകളൊക്കെ ആണെങ്കിലും ഇതൊരു കറൻസീനെ ഒരു കൺട്രീനെ എങ്ങനെ ബാധിക്കുന്നു, ആ കൺട്രി എങ്ങനെയാണ് അവിടുത്തെ ഗവൺമെൻറ് എങ്ങനെയാണ് ഇതിനെ ടാക്കിൾ ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാരണം നാളെ നമ്മളൊരു ന്യൂസ് പുറത്തുനിന്ന് കാണുമ്പോൾ ആ ന്യൂസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പം നാളെ ഒരു നോൺ ഫാമിംഗ് പേറോൾ വന്നു അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി എന്ന് പറയുമ്പോൾ അത് ആ കറൻസിക്ക് ഗുണമാണ് ദോഷമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാലാണ് നമുക്ക് അതനുസരിച്ച് ട്രേഡുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ $US നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാണെന്നുള്ള ന്യൂസ് വരികയാണെങ്കിൽ ഡോളറിൻ്റെ വില മുകളിലോട്ട് പോവും. ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് താഴെ പോകും നമ്മൾ മനസ്സിലാക്കണം. അതാണ് അതിൻ്റെ ഒരു ബേസിക് ലോജിക്. ഇത് മനസ്സിലാക്കി മാത്രമാണ് നമുക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കി നമുക്ക് പ്രോഫിറ്റബിളായി ട്രേഡ് എടുക്കാൻ പറ്റുന്നുള്ളൂ. കാരണം നമുക്ക് അവസരങ്ങൾ മുൻകൂട്ടി കാണാൻ പറ്റണം. എല്ലാവരും ഇപ്പോൾ ഒരു സർട്ടൻ എമൗണ്ട് പ്രൈസ് മേലെ പോയതിന് ശേഷം നമ്മൾ ബൈ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ 2000 നിൽക്കുന്ന ഗോൾഡ് ആണെങ്കിൽ 2050 പോകുമെന്ന് നമ്മൾ മുൻകൂട്ടി അറിയാൻ പറ്റണം. ഫോർ സർട്ടൻ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടീഷൻസ് മുൻകൂട്ടി അറിയാൻ ഇങ്ങനത്തെ ഫണ്ടമെൻ്റൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ സഹായിക്കും. അതിലൊന്നാണ് ഇൻഫ്ലേഷൻ, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻഫ്ലേഷൻ തന്നെ പലതുണ്ട്. മൈൽഡായിട്ടുള്ളതുണ്ട്, ഡിഫ്ലേഷൻ ഉണ്ട്, പിന്നെ ഹൈ ഇൻഫ്ലേഷൻ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് മാർക്കറ്റിനെ ബാധിക്കുന്നുള്ളതും പലിശ നിരക്ക് എങ്ങനെയാണ് ഇൻഫ്ലേഷനായിട്ട് കോറിലേറ്റഡ് ആയിട്ടുള്ളതെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി കുറഞ്ഞ പണപ്പെരുപ്പ സാഹചര്യത്തിൽ പലിശ നിരക്ക് കുറയുന്നു. പലിശ നിരക്ക് കുറയുന്നത് കടം വാങ്ങുന്നത് വില കുറഞ്ഞതാക്കും. അതിനാൽ കടമെടുക്കൽ വർദ്ധിക്കും, പണലഭ്യത വർദ്ധിക്കും. പണലഭ്യത വർദ്ധിക്കുന്നതോടെ ആളുകൾക്ക് ചരക്കുകൾക്കും സേവനങ്ങൾക്കുമായി ചെലവഴിക്കാൻ കൂടുതൽ പണമുണ്ടാകും. അതിനാൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആവശ്യം വർദ്ധിക്കുകയും വിതരണം സ്ഥിരമായി തുടരുകയും ചെയ്യും. ഇത് വില നിലവാരം ഉയരുന്നതിലേക്ക് നയിക്കുന്നു, അതായത് പണപ്പെരുപ്പം. ഇപ്പം ഇതിനെല്ലാത്തിനും ഒരു മീഡിയം റേഷ്യോ ഉണ്ട്. ഒന്നും കുറേ നാളത്തേക്ക് നല്ലതല്ല. ഇൻഫ്ലേഷൻ ആണെങ്കിലും ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലും ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലും ഒന്നും കുറേ നാൾ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിന് നല്ലതല്ല. അപ്പം അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഗവൺമെൻറ് എടുക്കും. അപ്പോൾ അതിലൊന്നാണ് ഇപ്പോൾ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ പോലും ലോൺ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. നമ്മൾ തിരിച്ചടയ്ക്കുന്ന ഇൻട്രസ്റ്റ് കുറവാണ്. അപ്പോൾ കൂടുതൽ പണം ആൾക്കാർക്ക് കയ്യിൽ കിട്ടും. ആ പണം മാർക്കറ്റിലേക്ക് വരുമ്പോൾ ചരക്കുകൾക്കും സേവനങ്ങൾക്കുമായിട്ട് ചെലവഴിക്കുന്ന പൈസ കൂടും. അപ്പം അതിനാൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആവശ്യം വർദ്ധിക്കും, വിതരണം സപ്ലൈയും കൂടും. അപ്പോൾ ഇത് കൂടുമ്പോൾ എന്തുണ്ടാവും, ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഒട്ടനവധി വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ വില നിലവാരത്തിലേക്ക് ഉയരും. അതും വീണ്ടും ചെന്നെത്തുന്നത് പണപ്പെരുപ്പത്തിലാണ്. പണപ്പെരുപ്പം വേറെ, ഇൻട്രസ്റ്റ് റേറ്റ് വേറെ. അത് നമ്മൾ മിസ്സായി പോകരുത് കേട്ടോ, കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഇനി ഇതിലെ അടുത്ത ന്യൂസുകൾ നോക്കാം. അപ്പോൾ ഓരോന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ കേൾക്കുമ്പോൾ ഒരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. നമ്മളങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല ഈ വാക്ക് മലയാളത്തിൽ. എന്നാലും ഞാൻ മലയാളം ആയതുകൊണ്ട് മലയാളത്തിൽ തന്നെ പറയാം. ഉപഭോക്തൃ വില സൂചിക CPI, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഉപഭോക്തൃ വില സൂചിക CPI എന്നാണ് ഏറ്റവും അറിയപ്പെടുന്ന പണപ്പെരുപ്പ സൂചകം. അപ്പോൾ ഇതാണ് ഇൻഫ്ലേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂചിക, ഇൻഡെക്സ്. അതിൽ ഗതാഗതം, ഭക്ഷണം, ഊർജം എന്നിവയുടെ ചെലവുകൾ ഉൾപ്പെടെ ഉപഭോക്തൃ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും ഒരു കൊട്ടയുടെ വിലയുടെ ശരാശരി കണക്കാക്കുന്നു. കൊട്ട എന്ന് ഉദ്ദേശിച്ച ഒരു ബാസ്ക്കറ്റ് ഓഫ് സാധനങ്ങളുടെ ആവറേജ് പ്രൈസാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. വ്യക്തികളുടെ ജീവിത ചെലവിലെ വില വ്യതിയാനങ്ങൾ വിലയിരുത്താൻ സാമ്പത്തിക വിദഗ്ധർ ഈ CPI കണക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ഡേ ടു ഡേ ബേസിൽ ജീവിതത്തിൽ വരുന്ന വില വ്യത്യാസങ്ങൾ അത് വിലയിരുത്താനായിട്ട് സാമ്പത്തിക വിദഗ്ധർ ഈ CPI കണക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരാളുടെ ഡേ ടു ഡേ യൂസ് കൺസ്യൂമറിൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു കണക്ക്
കിട്ടുന്നത് ആ എക്കോണമി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. വിപണികൾ സാധാരണയായി CPI സൂചകത്തെ തലക്കണക്കിലെ പണപ്പെരുപ്പം ഹെഡ്ലൈൻ ഓഫ് ഇൻഫ്ലേഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ CPI ഡാറ്റ കറൻസി വിപണിയിൽ നിർണായകമാണ്. കാരണം പണനയവുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ബാങ്കുകൾ എടുക്കുന്ന തീരുമാനങ്ങളെ പണപ്പെരുപ്പം നാടകീയമായി ബാധിക്കുന്നു. ഫോറക്സ് വ്യാപാരികൾ തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും കണക്കുകളായി കാണുന്നു. അത് നിലവിലെ പലിശ നിരക്ക് കുറയ്ക്കണോ, ഉയർത്തണോ അല്ലെങ്കിൽ നിലനിർത്തണോ കുറിച്ചുള്ള സെൻട്രൽ ബാങ്കുകളുടെ ഭാവി തീരുമാനത്തെ നിർണ്ണയിക്കും. ഒരു കറൻസിയുടെ ശക്തിയിലോ ബലഹീനതയിലോ ഒരു പലിശ നിരക്കിന്റെ സ്വാധീനം കണക്കിലെടുക്കുമ്പോൾ വ്യാപാരികൾക്ക് സെൻട്രൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങളുടെ സ്വാധീനവും കറൻസി ജോഡികളിലെ ഡോളറിന്റെ പ്രകടനത്തിലെ സ്വാധീനവും മുൻകൂട്ടി കാണാൻ കഴിയും. ഇപ്പം നമ്മളിവിടെ US എക്കോണമിയുടെ US ഡോളറാണ് ഒരു എക്സാമ്പിളാക്കി എടുത്തിട്ടുള്ളത്. എല്ലാ രാജ്യത്തും ഈ EU ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും ചൈന ആണെങ്കിലും ഇന്ത്യക്ക് ആണെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റും ഈ പറഞ്ഞ ന്യൂസുകളൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോറക്സ് വ്യാപാരികളായി നമ്മൾ തൊഴിലില്ലായ്മയും അൺഎംപ്ലോയ്മെൻറ്റും പണപ്പെരുപ്പവും ഇൻഫ്ലേഷനും അതൊരു കണക്കായി എടുത്തിട്ട് ആ കണക്കുകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഗവൺമെൻറ് ആ പെർട്ടിക്കുലർ കൺട്രിയിലത്തെ ഗവൺമെൻറ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കൂട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡോളർ നമ്മൾ ബൈ ചെയ്യണം. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ ഡോളറാണ് US-ലാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ കൺട്രിയിലത്തെ കറൻസി സ്ട്രോങ് ആവും. ഇന്ത്യയിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ റുപ്പീസ് സ്ട്രോങ് ആവും. അപ്പോൾ അതനുസരിച്ചുള്ള ട്രേഡുകൾ വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ, അപ്പോൾ അതാണ് ഫോറക്സിലെ തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും എന്നുള്ള ഇൻഡിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രകടനത്തിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ രണ്ട് സൂചകങ്ങളായി ഫോറക്സ് വ്യാപാരികൾ CPI ഓർ കോർ CPI കണക്കുകൾ കണക്കാക്കുന്നു. എന്നിരുന്നാലും ഇവ രണ്ടിനുമിടയിൽ ഊർജ ഭക്ഷ്യ മേഖലകളിലെ എനർജിയും ഫുഡും ചെലവുകൾ ഒഴിവാക്കി കാലക്രമേണ വലിയ വിലച്ചാഞ്ചാട്ടം അനുഭവപ്പെടുന്ന കോർ CPI കണക്ക് മികച്ച ലുക്ക് നൽകുന്നു. ഇപ്പോൾ രണ്ട് തരം CPI ഉണ്ട്, CPI പിന്നെ കോർ CPI. ഈ കോർ CPIയിലാണെങ്കിൽ എനർജിയും അതുപോലെ ഫുഡ് സെക്ടറുകളിലത്തെ ചെലവുകൾ ഒഴിവാക്കിയിട്ട് ആണ് കാണിക്കുന്നത്. കാലക്രമേണ വലിയ ചാഞ്ചാട്ടം അനുഭവപ്പെടാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ CPIയിൽ തന്നെ കോർ CPIക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. CPI റിലീസിനെ രണ്ട് തരത്തിലാണ് നോക്കുന്നത്. ഒന്ന് യഥാർത്ഥ റിലീസിനെ പ്രവചനവും മുമ്പത്തെ പതിപ്പുമായി താരതമ്യം ചെയ്യുന്നതാണ്. മറ്റൊന്ന് സെൻട്രൽ ബാങ്കിന്റെ ലക്ഷ്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നതാണ്. ഏത് സാഹചര്യത്തിലും ഫലം ചാഞ്ചാട്ടം ഉണ്ടാക്കുകയും വാർത്താ വ്യാപാര തന്ത്രങ്ങൾക്ക് നിരവധി ഹ്രസ്വകാല അവസരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. US പ്രതിമാസ CPI റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് കരുതുക. എക്സാമ്പിൾ നമുക്ക് നോക്കാം. പ്രവചനം 1.3% ആണ്. മുമ്പത്തെ ഫലം 1.1% ആയിരുന്നു. അതിനാൽ വിശകലന വിദഗ്ധർ CPI ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ യഥാർത്ഥ ഫലം 1.5 ആണ്. പ്രവചനങ്ങളെ പോസിറ്റീവായി മറികടക്കുന്നു. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്തുമെന്ന പ്രതീക്ഷകൾ വർദ്ധിക്കുകയും വ്യാപാരികൾ US ഡോളർ വാങ്ങാൻ പ്രവണത കാണിക്കുകയും ചെയ്യുന്നു. ബേസിക്കലി നമുക്കറിയാം പ്രീ റിസൾട്ടും ഫോർകാസ്റ്റ് റിസൾട്ടും ആക്ച്വൽ റിസൾട്ടും നമുക്ക് ന്യൂസ് വരുമ്പോൾ കാണാം. ഈ ആക്ച്വൽ റിസൾട്ട് ഫോർകാസ്റ്റ് റിസൾട്ടിനേക്കാളും മേലെയാണെങ്കിൽ CPI അത് ബുള്ളിഷാണ്. ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന റിപ്പോർട്ട് പോസിറ്റീവായിട്ട് വരാണെങ്കിൽ ഫോർകാസ്റ്റിനാണ് കൂടുതൽ വരാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ അത് സഹായിക്കും. അതുകൊണ്ട് അവിടുത്തെ കറൻസി ആ പർട്ടിക്കുലർ കൺട്രിയിലത്തെ കറൻസി US ഡോളറാണ്. അത് സ്ട്രോങ് ആവും നമ്മൾ മനസ്സിലാക്കി അത് വാങ്ങിക്കും. നമ്മൾ കൂടുതൽ നമ്മുടെ സ്റ്റോക്ക് ചെയ്യും. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നുള്ള ന്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഇത് പല രാജ്യങ്ങളിലും CPI റിപ്പോർട്ടിൻ്റെ വ്യത്യസ്ത മെഷർമെൻറ്റ്സ് ആണ്. അത് നമുക്ക് നോക്കാം ഏതൊക്കെ രാജ്യങ്ങളാണെന്നുള്ളത്. ജസ്റ്റ് ഞാൻ വായിച്ചു പോവാം. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇരുന്ന് നോക്കിയാൽ മതി. ഇത് ആ കറൻസിയിലെ ഏത് ഇൻസ്ട്രുമെൻസിനാണ് കൂടുതൽ ബാധിക്കുക എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ USA. US CPI നഗരപ്രദേശം മാത്രം ഉൾക്കൊള്ളുന്നു. അതിനാൽ അതിനെ പലപ്പോഴും CPI-U എന്ന് വിളിക്കുന്നു. എന്നിരുന്നാലും ഫെഡറൽ ക്ലാസിക് CPL-ൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. 2000-ൽ ഫെഡ് ഫിഷർ അടിസ്ഥാനമാക്കിയുള്ള PCE സൂചികയിലേക്ക്
സ്വകാര്യ ഉപഭോഗ ചെലവ് മാറി. അത് ഉപഭോക്തൃ ചെലവുകളുടെ സമ്പൂർണ്ണ ശ്രേണി ഉൾക്കൊള്ളുന്നു. ഒരു ബാസ്ക്കറ്റ്, ഒരു കൊട്ട മാത്രമല്ല. അതായത് 2000-ലെ ഫിഷർ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഇൻഡെക്സ് തയ്യാറാക്കിയിട്ട് അതാണ് ഇപ്പോൾ കൂടുതൽ 2000-ന് ശേഷം USA ഫോളോ ചെയ്യുന്ന ഒരു CPI ഇൻഡിക്കേറ്റർ. പ്രദേശം വടക്കേ അമേരിക്ക, റിലീസ് തീയതി പ്രതിമാസവും വാർഷികവും, ഇഷ്യൂയിങ് ഏജൻസി US ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്, ബാധിക്കപ്പെട്ട ആസ്തികൾ USD ആണ് കറൻസി. അതിൽ US സ്റ്റോക്കുകളും ബോണ്ടുകളും US30, US500, US ടെക് 100, US ട്രേഡഡ് ചരക്കുകൾ, ഇതൊക്കെയാണ് CPI ന്യൂസ് വരുമ്പോൾ ബാധിക്കപ്പെടുന്ന ആസ്തികൾ. ഇതിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ട് മനസ്സിലാക്കി, പോസിറ്റീവ് ഇൻ ദ സെൻസ് CPI പോസിറ്റീവ് ആണെങ്കിൽ ഇതെല്ലാം ബൈ ചെയ്യാന്നുള്ളതും, CPI നെഗറ്റീവ് ആണെന്നെങ്കിൽ ഇതിലൊക്കെ ഷോർട്ട് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയോളജി. ഇനി യൂറോപ്യൻ എങ്ങനെ നോക്കാം. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഓരോ രാജ്യത്തു നിന്നും വ്യക്തിഗതമായി കണക്കാക്കിയ ദേശീയ CPI ശേഖരിക്കുകയും വെയ്റ്റഡ് ആവറേജിംഗ് ഉപയോഗിച്ച് അവയെ ഹാർമോണൈസ്ഡ് ഇൻഡെക്സ് ഓഫ് കൺസ്യൂമർ പ്രൈസിലേക്ക് HICP സംയോജിപ്പിക്കുകയും ചെയ്യുന്നു. യൂറോപ്യൻ ഇൻഡെക്സ് കുറച്ചും കൂടി വ്യത്യാസമാണ്. അവരത് വ്യക്തിഗതമായി കണക്കാക്കിയ ദേശീയ CPI ശേഖരിക്കുകയും വെയ്റ്റഡ് ആവറേജ് ഉപയോഗിച്ച് അവയെ ഹാർമോണൈസ്ഡ് ഇൻഡെക്സ് ഓഫ് കൺസ്യൂമർ പ്രൈസിലേക്ക് സംയോജിപ്പിക്കുകയും ചെയ്യുന്നു. പ്രദേശം യൂറോപ്പ്, റിലീസ് തീയതി പ്രതിമാസവും വാർഷികവും, ഇഷ്യൂയിങ് ഏജൻസി യൂറോസ്റ്റാറ്റ്, ബാധിക്കപ്പെട്ട അസറ്റുകൾ യൂറോ സ്റ്റോസ് SO, DAX 30, CAC 40, EU അംഗങ്ങളുടെ സർക്കാർ ബോണ്ടുകൾ. UK-യിലാണെങ്കിൽ പ്രദേശം യൂറോപ്പ്, റിലീസ് തീയതി പ്രതിമാസവും വാർഷികവും, ഇഷ്യൂയിങ് ഏജൻസി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ബാധിക്കപ്പെട്ട അസറ്റുകൾ GBP, യൂറോ, ബ്രിട്ടീഷ് ഓഹരികൾ ആയ FTSE 100. കാനഡയാണെങ്കിൽ പ്രദേശം വടക്കേ അമേരിക്ക, റിലീസ് തീയതി പ്രതിമാസവും വാർഷികവും, ഇഷ്യൂയിങ് ഏജൻസി സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ, ബാധിക്കപ്പെട്ട അസറ്റുകൾ CAD, കനേഡിയൻ ഓഹരികൾ, S&P, കാനഡ മാർക്കറ്റ് ചെയ്യാവുന്ന ബോണ്ടുകൾ, ക്രൂഡ് ഓയിൽ. കാനഡ ക്രൂഡ് ഓയിലുള്ള കോറിലേഷൻ എൻ്റെ ക്ലാസ്സുകൾ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്രൂഡ് ഓയിലിൽ വരുന്ന മാറ്റങ്ങൾ കനേഡിയൻ ഡോളറിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ് കാനഡ. ഓക്കെ, ഇനി അത് വേറെ ടോപ്പിക്കാണ്. എന്നിരുന്നാലും ഓർത്തെടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഇനി ചൈനയുടെ കാര്യത്തിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ശരാശരി ഉപഭോക്താവിൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു അനുപാതം ഭക്ഷണത്തിലേക്ക് പോകുന്നതിനാൽ ചൈനയിലെ CPI ഫോർമുലയിൽ ഭക്ഷണത്തിൻ്റെ തൂക്കം കൂടുതലാണ്. ചൈനയിലെ സാധാരണ മറ്റു രാജ്യങ്ങളെ പോലെയല്ല, ശരാശരി വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം അവിടെ ഭക്ഷണത്തിലേക്കായിട്ട് പോകുന്നുണ്ട്. ആ കൺട്രിയുടെ ഒരു എക്കോണമി എങ്ങനെയാണ്, അത്രയധികം ആൾക്കാരുള്ളത് കൊണ്ടും അവരൊരു എക്കോണമി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് ആ ഫോർമുലയിൽ, CPI കണ്ടെത്തുന്ന ഫോർമുലയിൽ ഭക്ഷണത്തിൻ്റെ വെയിറ്റേജ്, അതിലേക്ക് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കൂടി എടുത്തിട്ടാണ് ഈ CPI നോക്കുന്നത്. റിലീസ് തീയതി പ്രതിമാസം, മേഖല ഏഷ്യ, റിലീസ് തീയതി പ്രതിമാസവും വാർഷികവും, ഇഷ്യൂയിങ് ഏജൻസി നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ബാധിക്കപ്പെട്ട അസറ്റുകൾ CNY, AUD, NSD, ചൈനീസ് സ്റ്റോക്കുകളായ ഷാങ്ഹായ് SE സംയുക്തം, ചൈനീസ് സർക്കാർ ബോണ്ടുകൾ. സർക്കാർ ബോണ്ടുകൾ നിങ്ങൾക്കറിയാലോ, പല ടെന്യൂറിലുള്ള ബോണ്ടുകളുണ്ട്. 2 വർഷം, 5 വർഷം, 10 വർഷം, 20 വർഷം, പലതിലും പല ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പം ബോണ്ടുകളും ഇൻഫ്ലേഷൻ റേറ്റുകളും എങ്ങനെയാണ് കോറിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതും, ഇപ്പോൾ ഒരു 4%, 5% ഇൻഫ്ലേഷനുള്ള ഒരു കൺട്രിയിൽ 4% ബോണ്ട് തരുന്ന ഒരു അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം 1 ഇയർ കഴിയുമ്പോൾ നമുക്ക് ഈ ബോണ്ടിൽ നിന്ന് കിട്ടുന്നത് 4% പ്രോഫിറ്റ് ആണെന്നും, അവിടെ ഇൻഫ്ലേഷൻ 5% ആണെങ്കിലും അപ്പോഴും നമുക്ക് നമ്മുടെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴൊക്കെയാണ് നമ്മൾ സ്റ്റോക്കുകളിലേക്ക് നമ്മൾ പോകേണ്ടത്. സ്റ്റോക്ക് നമുക്ക് തരുന്ന റിട്ടേണുകളൊക്കെ 10 to 12%. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ആഡ് ഓൺ പോലെ പറഞ്ഞു എന്നുള്ളൂ. ഇനി US കോർ PCE പ്രൈസ് ഇൻഡെക്സ്, ഭക്ഷണവും ഊർജ്ജവും ഒഴികെയുള്ള ഉപഭോഗ ആവശ്യങ്ങൾക്കായി ഉപഭോക്താക്കൾ വാങ്ങുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിലയിലെ മാറ്റങ്ങളെ പ്രധാന വ്യക്തിഗത ഉപഭോഗ ചെലവ്, പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, PCE വില സൂചിക കണക്കാക്കുന്നു. ഫിക്സ്ഡ് വെയ്റ്റ് CPIയിൽ നിന്ന് വ്യത്യസ്തമായി PCE ചെയിൻ വെയ്റ്റഡ് ആയതിനാൽ ഉപഭോക്തൃ സ്വഭാവം മാറുന്നതിനെ ക്രമീകരിക്കുന്നു. കോർ PCE ഫെഡറേഷന്റെ ഇഷ്ടപ്പെട്ട പണപ്പെരുപ്പ അളവാണ്, അതിനാൽ കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ കോർ PCE ഫെഡ് എന്ന് പറഞ്ഞറിയാലോ, അവരെ ഏറ്റവും ഇഷ്ടപ്പെട്ട
അളവാണ്. ഇൻഫ്ലേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഏറ്റവും വലിയൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് അവർക്ക്. അതുകൊണ്ട് ഇതിനെ കൂടുതൽ ആൾക്കാർ ശ്രദ്ധീകരിച്ച് ഇതിൽ വരുന്ന മാറ്റങ്ങൾ മാർക്കറ്റിൽ നല്ല വോളാറ്റിലിറ്റി നടത്തുന്നു. പ്രവചനത്തെക്കാൾ ശക്തമായ ഒരു റീഡിംഗ് സാധാരണയായി USDയെ പിന്തുണയ്ക്കുന്നു ബുള്ളിഷ്. അതേസമയം പ്രവചനത്തെക്കാൾ ദുർബലമായ വായന USDനെ പൊതുവെ നെഗറ്റീവ് അല്ലെങ്കിൽ ബെയറിഷ് ആയിട്ടാണ് എഫക്റ്റ് ചെയ്യാറ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. പ്രയോജനങ്ങൾ: PCE പ്രൈസ് ഇൻഡെക്സ് GDPക്കൊപ്പം ബിസിനസ്സുകളിൽ നിന്നും കോർപ്പറേഷനുകളിൽ നിന്നുമുള്ള വില ഡാറ്റ കണക്കിലെടുക്കുന്നു. എല്ലാ വീടുകളും ഓർഗനൈസേഷനുകളും ഉൾപ്പെടെ PCEക്കായി വിപുലമായ ശ്രേണിയിലുള്ള ആളുകളെ നിരീക്ഷിക്കുന്നു. PCEPI വലിയ വില വ്യതിയാനങ്ങളാൽ സ്വാധീനിക്കപ്പെടാത്തതിനാൽ CPI പോലെ അസ്ഥിരമല്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് നോക്കാം. PCEPI പ്രതിമാസം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, എന്നാൽ ത്രൈമാസികമായി റിപ്പോർട്ട് ചെയ്യുന്ന ഫോർമുലയിൽ നിന്ന് GDP ഉപയോഗിക്കുന്നു. അപ്പോൾ PCEPI പ്രതിമാസ റിപ്പോർട്ടാണെങ്കിലും GDPയുടെ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. GDP ക്വാർട്ടറിൽ വരുന്നതാണ്. അപ്പോൾ ആ ഫോർമുലയാണ്. അപ്പോൾ അവിടെ ചെറിയ ലാഗിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. CPI ഉപഭോക്താക്കളിൽ നിന്നും നേരിട്ട് ഡാറ്റ എടുക്കുമ്പോൾ PCEPI മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും ഉപയോഗിക്കുന്നു. CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്, ആൾക്കാരിൽ നിന്ന് നേരിട്ടാണ് എടുക്കുന്നത്. നേരെ മറിച്ച് PCEPI മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നിട്ടുള്ള വിവരങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി PCEPI CPIയേക്കാളും കുറച്ചുകൂടി ലാഗിങ് ഇൻഡിക്കേറ്ററാണ്. ഡയറക്റ്റ്ലി നമുക്ക് മാർക്കറ്റിൽ കാണുന്ന മാറ്റങ്ങൾ CPIയിൽ നിന്നാണ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക. ഇനി പ്രൊഡ്യൂസർ വില സൂചിക അഥവാ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം. PPI എന്നത് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സിനെ സൂചിപ്പിക്കുന്നു. കൂടാതെ നിർമ്മാതാക്കൾ വിൽക്കുന്ന ഫിനിഷിംഗ് ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിലയിലെ മാറ്റം അളക്കുന്നു. നിർമ്മാതാക്കൾ വാങ്ങുന്ന ഒരു കൊട്ട സാധനങ്ങളുടെ ശരാശരി വിലയിലെ പ്രതിമാസ മാറ്റത്തെ PPI ഡാറ്റ പ്രതിനിധീകരിക്കുന്നു. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ടത് തൊഴിലില്ലായ്മ ഇൻഷുറൻസ് സിസ്റ്റത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ചിട്ടയായ സാമ്പിൾ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുത്ത ചില്ലറ വ്യാപാരികളുടെ മെയിൽ ചെയ്ത സർവേയിൽ നിന്ന് ശേഖരിച്ച ഡാറ്റയാണ് PPI സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് എന്താണ്? നിർമ്മാതാക്കൾ വിൽക്കുന്ന പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നിർമ്മാതാക്കൾ വിൽക്കുന്ന ഫിനിഷ്ഡ് ചരക്കുകൾ, ഗുഡ്സ്, സർവീസസ്, ഇതിൽ വരുന്ന വിലകളുടെ മാറ്റം. നിർമ്മാതാക്കൾ വാങ്ങുന്ന സാധനങ്ങളുടെ ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ്, എന്നിട്ട് അതിൽ പ്രതിമാസമായിട്ട് വന്ന മാറ്റത്തെ PPI ഡാറ്റയായിട്ട് പ്രതിനിധീകരിക്കുന്നു. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ടതാണ് തൊഴിലില്ലായ്മ ഇൻഷുറൻസ് സിസ്റ്റത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ചിട്ടയായ സാമ്പിൾ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുത്ത ചില്ലറ വ്യാപാരികളുടെ മെയിൽ ചെയ്ത സർവേയിലാണ്. മെയിലാണ് ഈ സർവേ എടുത്തിട്ടുള്ളത്, ഈ ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളത്. PPI സൂചികയിലെ ഒരു നല്ല മാറ്റം സൂചിപ്പിക്കുന്നത് ചെലവ് വർദ്ധിക്കുകയും അവസാനം വില വർധനവ് ഉപഭോക്താക്കൾക്ക് കൈമാറുകയും ചെയ്യുന്നു എന്നാണ്. PPI സൂചികയിലെ ഒരു നല്ല മാറ്റം സൂചിപ്പിക്കുന്നത് ചെലവ് വർദ്ധിക്കുകയും അവസാനം വില വർധനവ് ഉപഭോക്താക്കൾക്ക് കൈമാറുകയും ചെയ്യുന്നു എന്നാണ്. ഈ പ്രഭാവം വേണ്ടത്ര വലുതാണെങ്കിൽ വിലകളുടെ പൊതുനില വർദ്ധിച്ച് പ്രതിഫലിപ്പിക്കുന്നതിന് ഭാവിയിലെ CP കണക്കുകളിൽ വർധനവുണ്ടാകും. പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് തുടക്കത്തിൽ $ഡോളറെ സ്വാധീനിക്കുന്നില്ല, കാരണം യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദകരിൽ നിന്നുള്ള വിലക്കയറ്റത്തിനും ഉപഭോക്താക്കൾക്ക് കൂടുതൽ പണം മുടക്കേണ്ടി വരുന്നതിൻ്റെ ഫലമായി ഉയർന്ന പണപ്പെരുപ്പത്തിൻ്റെയും അന്തിമ ഫലത്തിനും ഇടയിൽ കാലതാമസമുണ്ട്. സോ CPI പോലെയല്ല PPI ഒരു ലാഗിങ് ഇൻഡിക്കേറ്ററാണ്. അത് എക്കണോമിയിലെ ഒറ്റയടിക്ക് സമ്പദ് വ്യവസ്ഥയിൽ അങ്ങനെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ $ഡോളറിനെ അത്രയ്ക്കധികം സ്വാധീനിക്കില്ല. അപ്പം എന്തുകൊണ്ടും പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാത്രം മനസ്സിലാക്കി ട്രേഡ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. എന്നിരുന്നാലും ഈ ഡാറ്റ റിലീസിൻ്റെ കുറഞ്ഞ മുൻഗണന ഇമ്പാക്റ്റ് വിലയിരുത്തൽ വഴി തെറ്റിദ്ധരിക്കരുത്. ബുദ്ധിമാനായ വ്യാപാരികൾക്ക് PPIന് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇഫക്റ്റുകൾ പ്രവചിക്കാനും കഴിയും. CPIയിലും പലിശ നിരക്കുകളിലും അതനുസരിച്ച് വ്യാപാരം നടത്താം. അങ്ങനെ ഏറ്റവും മൂല്യവത്തായ ഘടകം PPI ഡാറ്റ വിപണിയിൽ നൽകുന്ന സിഗ്നലിംഗ് എഫക്റ്റ് ആണ്. PPI നമുക്ക് മാർക്കറ്റിൽ ഒരു സിഗ്നലിംഗ് എഫക്റ്റ് തരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് CPIയും
അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും പലിശ നിരക്കുകളും അതനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അത് ബിഗിനേഴ്സിനുള്ളതല്ല. എന്നിരുന്നാലും ഇതൊക്കെ എന്താണ്, നാളെ CPI എന്താണ്, PPI എന്താണെന്നൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇത് ഇന്ന എക്കോണമിയുടെ ആണ്, ഇത് ഇങ്ങനെയാണ് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്. PPI നല്ല പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് ഡോളറിന് നല്ലതാണ്. ഡോളർ നല്ലതാവുമ്പോൾ ഡോളറിന് അഗേൻസ്റ്റ് നിൽക്കുന്ന ഗോൾഡിൻ്റെ പ്രൈസ് താഴെ പോവും. ഇപ്പോൾ യൂറോ USD ആണെങ്കിൽ യൂറോ USD എന്നുള്ള കറൻസി താഴെ പോവും. ബേസ് കറൻസി, കോട്ട് കറൻസി, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത് ബേസിക്കലി ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്, അടിസ്ഥാനപരമായ കാര്യങ്ങൾ. ഇത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് മാർക്കറ്റിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും മാർക്കറ്റ് പോകുന്ന ഡയറക്ഷനിൽ വേണം പോകാൻ. എന്നാൽ മാത്രമാണ് നമുക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ട്രേഡുകളും സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കി എടുക്കാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വൺസ് നിങ്ങളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ന്യൂസ് വരുന്ന സമയത്ത് റിസൾട്ട് നോക്കാം. ഓക്കെ, CPI പോസിറ്റീവ് ആണ്, ഓക്കെ, പിന്നെ ഇന്ന കാര്യങ്ങൾ മാർക്കറ്റിൽ സംഭവിക്കും. നമ്മൾ വരച്ചിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ, മറ്റുള്ള കാര്യങ്ങളൊക്കെ, ടെക്നിക്കലുള്ള കാര്യങ്ങളൊക്കെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ട്രേഡ് ബൈ അല്ലെങ്കിൽ സെല്ല് എടുക്കാൻ നമുക്ക് കൂടുതൽ അഷുറൻസ് തരുന്ന കാര്യങ്ങളാണ് ഈ ഫണ്ടമെന്റൽസ്. ഇത് നോക്കാതെ നമ്മൾ ട്രേഡ് ചെയ്യരുത്. ഫണ്ടമെന്റൽസും ടെക്നിക്കലും സെന്റിമെന്റൽസും 3 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ട്രേഡ് ചെയ്യുന്നവർക്ക്. അല്ലാതെ ഇത് ഗാംബ്ലിംഗ് ആയിട്ട് കാണുന്നവരുടെ കയ്യിൽ നിന്നാണ് പൈസ പോണത്. പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ട്രേഡ് ചെയ്യുന്നവർ നല്ല രീതിയിൽ ഈ മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, ഒരു ദിവസം 500 to 600 ട്രില്യൺ ഡോളറാണ് ഈ മാർക്കറ്റിൽ നടക്കുന്ന ട്രേഡ്. അത്രയും പേര് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത്രയും ഫണ്ട് വരുന്നുണ്ടെങ്കിൽ ഇത് ലൂക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, പക്ഷെ നമ്മളിത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ട്രേഡ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ലോസ് വരും. ഇനി നമുക്ക് അടുത്ത് നോക്കാം ISM ഡാറ്റ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സപ്ലൈ മാനേജ്മെന്റ്. നിർമ്മാണ വശത്തും നിന്നും സേവന വശത്തും നിന്നും സാമ്പത്തിക പ്രവർത്തനം അളക്കുന്നു. പ്രതിമാസ ISM ഡാറ്റ റിലീസുകളിൽ പ്രൊഡക്ഷൻ ലൈവിലെ മാറ്റങ്ങൾ പോലുള്ള പ്രധാന വിവരങ്ങൾ ഉൾപ്പെടുന്നു. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പലപ്പോഴും നിർണ്ണയിക്കുന്നത് അതിന്റെ വിതരണ ശൃംഖലയാണ്. തൽഫലമായി പ്രതിമാസ ISM മാനുഫാക്ചറിംഗ്, നോൺ മാനുഫാക്ചറിംഗ് PMI സാമ്പത്തിക വാർത്താ റിലീസുകൾ ലോകമെമ്പാടുമുള്ള ഫോറക്സ് വ്യാപാരികൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നു. ISM ഡാറ്റ എന്താണ്? നിർമ്മാണ വശത്തു നിന്നും സേവന വശത്തു നിന്നും സാമ്പത്തിക പ്രവർത്തനം അളക്കുന്നു. പ്രതിമാസ ISM ഡാറ്റ റിലീസുകളിൽ നിന്ന് പ്രൊഡക്ഷൻ ലെവലിലെ മാറ്റങ്ങൾ പോലുള്ള പ്രധാന പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്താണ്? അത് മാർക്കറ്റിന് നെഗറ്റീവാണ്. പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്താണ്? മാർക്കറ്റിലേക്ക് കൂടുതൽ പണം വരുന്നുണ്ട്, ആൾക്കാർ പോസിറ്റീവാണ്, എക്കോണമി പോസിറ്റീവാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മളിതൊക്കെ മനസ്സിലാക്കുമ്പോഴും ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എവിടേക്കാണ് അത് പോണത്, മാർക്കറ്റിലേക്ക് എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ഈസിയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തി പറയണത് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ഫോറക്സ് വ്യാപാരികൾ ഈ ISM ഡാറ്റ പോലത്തെ ന്യൂസുകൾ വളരെയധികം ശ്രദ്ധിച്ച് നിരീക്ഷിക്കുന്നത്. മാനുഫാക്ചറിങ്, നോൺ മാനുഫാക്ചറിങ് PMIക്കാൾ വലിയ വിപണി ചലിപ്പിക്കുന്നവരാണ്. ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കറൻസികൾ വളരെ അസ്ഥിരമാകും. അസ്ഥിരം എന്ന് പറഞ്ഞാൽ വോളറ്റൈൽ ആകും. ഈ സാമ്പത്തിക റിലീസുകൾ വ്യവസായ പ്രൊഫഷണലുകളിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച മുൻ മാസത്തെ ചരിത്രപരമായ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ US സമ്പദ് വ്യവസ്ഥയെ വികസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചുരുങ്ങുന്നുണ്ടോ എന്ന് ഫോറക്സ് വ്യാപാരികൾക്ക് നിർണ്ണയിക്കാനാകും. അപ്പോൾ ഇതിന് ബേസിക് ആയിട്ട് എന്താണ്? ഈ സമ്പദ് വ്യവസ്ഥയുടെ റിപ്പോർട്ട് വരുമ്പോൾ മുൻകൂട്ടി ഈ സാമ്പത്തിക റിലീസുകൾ വ്യവസായ പ്രൊഫഷണലുകളിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച മുൻ മാസത്തെ ചരിത്രപരമായ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ US സമ്പദ് വ്യവസ്ഥ വികസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ചുരുങ്ങുന്നുണ്ടോ എന്ന് ഫോറക്സ് വ്യാപാരികൾക്ക് നിർണ്ണയിക്കാനാകും. ഫോറക്സ് വ്യാപാരികൾ മുൻ മാസത്തെ ISM ഡാറ്റ കണക്കും സാമ്പത്തിക വിദഗ്ധർ പ്രസിദ്ധീകരിച്ച പ്രവചന സംഖ്യയുമായി താരതമ്യം ചെയ്യും. പുറത്തുവിട്ട PMI നമ്പർ മുമ്പത്തെ സംഖ്യയേക്കാൾ മികച്ചതും പ്രവചിച്ച സംഖ്യയേക്കാൾ ഉയർന്നുമാണെങ്കിൽ US ഡോളർ റാലിക്ക് പ്രവണത കണക്ക് കാണിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഫോർകാസ്റ്റിനേക്കാളും മേലെയാണ് റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ US ഡോളർ ബുള്ളിഷ് ആകും. ഒരു ദുർബലമായ US
ISM നോൺ മാനുഫാക്ചറിങ് നമ്പർ സാധാരണയായി ഡോളർ വിറ്റുവരവിലേക്കും യൂറോയുടെ ഉയർച്ചയിലേക്കും നിൽക്കുന്നു. നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഡാറ്റ നെഗറ്റീവ് ആണെങ്കിൽ ഡോളർ താഴെ പോവും. ഡോളറിന് അഗേൻസ്റ്റ് നിൽക്കുന്ന കറൻസി യൂറോ ആണ്. യൂറോ ആണ് കൂടുതൽ കറൻസി ട്രേഡ് ചെയ്യപ്പെടുന്ന കറൻസി. മേജർ കറൻസികളിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന കറൻസി യൂറോ USD ആണ്. USDക്ക് നെഗറ്റീവായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ യൂറോ USD എന്ന കറൻസി പെയർ മേലെ പോകും. US ഡോളർ സ്ട്രോങ് ആവാന്നുണ്ടെങ്കിൽ യൂറോ USD എന്ന കറൻസി പെയർ താഴെ വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിലീസ് ചെയ്ത സംഖ്യാ പ്രവചനങ്ങൾക്ക് അനുസൃതമായിരിക്കുമ്പോൾ കൂടാതെ അല്ലെങ്കിൽ മുൻമാസത്തേക്കാൾ നിന്ന് മാറ്റമില്ലാതെ വരുമ്പോൾ US ഡോളർ ഈ സംഖ്യയോട് പ്രതികരിക്കാൻ ഇടയില്ല. പിന്നെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. മൊത്തത്തിൽ 50-ന് മുകളിലുള്ള ഒരു ISM PMI നമ്പർ സൂചിപ്പിക്കുന്നത് സമ്പദ് വ്യവസ്ഥ വികസിക്കുന്നതും ആരോഗ്യകരവുമാണെന്നാണ്. എന്നിരുന്നാലും 50-ൽ താഴെയുള്ള സംഖ്യ സമ്പദ് വ്യവസ്ഥ ദുർബലവും ചുരുങ്ങുന്നതുമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ സംഖ്യ വളരെ പ്രധാനമാണ്. കാരണം PMI തുടർച്ചയായി 2 മാസത്തേക്ക് 50-ൽ താഴെ ആണ് എങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥ സാമ്പത്തിക മാന്ദ്യമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇത് 50-ൽ താഴെയായിട്ട് 2-3 മാസം വരെ ആണെങ്കിൽ അവിടെ സാമ്പത്തിക മാന്ദ്യം റിസഷൻ ആണെന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ് നോൺ ഫാം പേറോൾസ്. നോൺ ഫാം പേറോൾ കണക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന സാമ്പത്തിക സൂചകമാണ്. ഫാം ജീവനക്കാർ, സർക്കാർ ജീവനക്കാർ, സ്വകാര്യ ഗാർഹിക ജീവനക്കാർ, ലാഭേച്ഛയില്ലാത്ത ഓർഗനൈസേഷനുകൾ, നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനിലെ ഇവരൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ജോലികളുടെ എണ്ണത്തെ ഇത് പ്രതിനിധീകരിക്കുന്നത്. അതായത് നോൺ ഫാം പേറോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ പുതിയതായിട്ട് ജോലി കിട്ടിയ ആൾക്കാരുടെ ലിസ്റ്റാണ്. അതിൽ ഈ സെക്ടേഴ്സൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫാം ജീവനക്കാർ, സർക്കാർ ജീവനക്കാർ, സ്വകാര്യ ഗാർഹിക ജീവനക്കാർ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ലാഭേച്ഛയില്ലാത്ത ഓർഗനൈസേഷനുകൾ, ഇവരൊക്കെ ഒഴിവാക്കിയിട്ടുള്ള മറ്റ് സെക്ടേഴ്സിലെ ജോലിയുടെ പുതുതായിട്ട് കിട്ടിയ ജോലികളുടെ ലിസ്റ്റാണ്. അത് എത്രത്തോളം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത്രത്തോളം മാർക്കറ്റ് ബുള്ളിഷ് ആവും. ഇപ്പോൾ വളരെ ഒരു റീസെൻ്റ് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇന്നിപ്പോൾ ജൂൺ 7-ാം തീയതി എന്നാണ് എൻ്റെ ഓർമ്മ. ഡേറ്റ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ജൂൺ 7-ാം തീയതി 184 ആയിരുന്നു ഫോർകാസ്റ്റ്. 274 ആണ് അന്ന് നോൺ ഫാം പേറോൾസിൻ്റെ റിസൾട്ട് വന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഡോളർ റാലി ചെയ്തതും. അതുപോലെ തന്നെ ഗോൾഡ് 3 to 4% ആണ് അന്ന് താഴെ വന്നത്. ഏകദേശം ഒരു $80 ആണ് ഗോൾഡിൽ ഒരു ദിവസം ഫോൾ വന്നത്. അത്രയും വലിയ ഫോളൊക്കെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസ് മനസ്സിലാക്കി ട്രേഡ് ചെയ്യുന്നവർക്ക് അങ്ങനത്തെ ഒരൊറ്റ ട്രേഡ് കിട്ടിയാൽ മതി, ഒരു വീക്കിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു മാസത്തെ പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ NFP എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എംപ്ലോയ്മെൻറ്റ് ന്യൂസ് ആണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ അത് ഒരു രാജ്യത്ത് കൂടുതൽ ജോലികളും കൂടുതൽ തൊഴിലാളികളും വരുന്നുണ്ടെങ്കിൽ ആ നാട് സ്ട്രോങ് ആണെന്നും അവിടെ ഇൻഫ്ലേഷൻ ഇല്ല, ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഓക്കെയാണ്. അപ്പോൾ എന്തുണ്ടാവും? ഈ കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? അവരവിടെ നിലവിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കില്ല. അത് എത്ര ഹൈ ആണെങ്കിലും അവർ കുറയ്ക്കില്ല. കാരണം എക്കോണമി സ്ട്രോങ് ആണ്, പുതിയ ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്, കൂടുതൽ പണം എക്കോണമിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പം നോൺ ഫാം പേറോൾസ് പോസിറ്റീവ് ആകുമ്പോൾ അത് എങ്ങനെയാണ് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പുതിയ ആൾക്കാർക്ക് ജോലി കിട്ടുമ്പോൾ ആ ജോലി കിട്ടുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ജോലി കിട്ടുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിലേക്കും ഇൻഫ്ലേഷൻ സംഭവിക്കുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനത്തെ എത്ര ന്യൂസ് വായിച്ചാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ആ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിനും ഇൻഫ്ലേഷനും മറ്റ് ഗ്രോത്തിനും ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ന്യൂസുകളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ട്രേഡ് എടുക്കാൻ പറ്റും. NFP ഡാറ്റ പ്രധാനമാണ്, കാരണം ഇത് പ്രതിമാസം പുറത്തിറങ്ങുന്നു. ഇത് സമ്പദ് വ്യവസ്ഥയുടെ നിലവിലെ അവസ്ഥയുടെ മികച്ച സൂചകമാക്കി മാറ്റുന്നു. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കണക്കുകൾ വിട്ടത്. ഫെഡറൽ റിസർവ് ബാങ്കിന്റെ വളരെ പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആണ്, സൂചകമാണ് തൊഴിൽ. തൊഴിലില്ലായ്മ ഉയർന്നപ്പോൾ നയനിർമ്മാതാക്കൾക്ക് വിപുലീകരണ മോണിറ്ററി പോളിസി കുറഞ്ഞ പലിശ നിരക്കുകൾ ഉണ്ടായിരിക്കും. സാമ്പത്തിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും തൊഴിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നാണ് വിപുലീകരണ ധനനയത്തിൻ്റെ ലക്ഷ്യം. ബേസിക്കലി കൂടുതൽ തൊഴിൽ കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തൊഴിലില്ലായ്മ ഉയർന്നപ്പോൾ
തൊഴിലില്ലായ്മ വരുമ്പോൾ അവർക്ക് അവിടെ ഇൻട്രസ്റ്റ് റേറ്റിലും കാര്യങ്ങളൊക്കെ കുറയ്ക്കേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ് കുറഞ്ഞ പലിശ ഉത്തേജനം കുറഞ്ഞ പലിശ നിരക്കുകൾ കൊണ്ടുവരേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ആഡ് ഓൺ പോലെ സപ്പോസ് ഈ നോൺ ഫാം പേറോൾസ് ന്യൂസ് ഫോർകാസ്റ്റിനേക്കാളും കുറവാണ് വരണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. തൊഴിലില്ലായ്മ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് കുറയ്ക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ ഗവൺമെൻറ്റിന് കിട്ടും വളരെ നല്ല രീതിയിൽ. അപ്പോൾ ഈ നോൺ ഫാം പേറോൾസ് CPI പോലെ, ഇൻഫ്ലേഷൻ പോലെ, GDP പോലെ, PPI പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ ന്യൂസാണ്. അതിനാൽ തൊഴിലില്ലായ്മ നിരക്ക് സാധാരണയേക്കാൾ കൂടുതലാണ്. സമ്പദ് വ്യവസ്ഥ അതിൻ്റെ സാധ്യതകൾക്ക് താഴെയാണെന്ന് കരുതപ്പെടുന്നു. നയനിർമ്മാതാക്കൾ അതിനെ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കും. ഒരു ഉത്തേജക മോണിറ്ററി പോളിസി കുറഞ്ഞ പലിശ നിരക്കുകൾ ഉൾക്കൊള്ളുകയും ഡോളറിന്റെ ഡിമാൻഡ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഫോറക്സ് വ്യാപാരികൾ NFP പോലുള്ള ഡാറ്റ റിലീസുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പെട്ടെന്നുള്ള ചാഞ്ചാട്ടം കാരണം വ്യാപാരികൾ നിർത്തിയേക്കാം. ചാഞ്ചാട്ടം വർദ്ധിക്കുമ്പോൾ സ്പ്രെഡുകളും വർദ്ധിക്കുന്നു. വർദ്ധിച്ച സ്പ്രെഡുകൾ മാർജിൻ കോളിലേക്ക് നയിച്ചേക്കാം. NFP ഡാറ്റ പ്രധാനമാണ്, കാരണം ഇത് പ്രതിമാസം പുറത്തിറങ്ങുന്നത് സമ്പദ് വ്യവസ്ഥയുടെ നിലവിലെ അവസ്ഥയെ മികച്ച സൂചകമാക്കി മാറ്റുന്നു. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കണക്കുകൾ പുറത്തുവിട്ടത്. ഫെഡറൽ റിസർവ് ബാങ്കിന് വളരെ പ്രധാനപ്പെട്ട സൂചകമാണ് തൊഴിലില്ലായ്മ വരുന്നപ്പോൾ വിപുലീകരണ മോണിറ്ററി പോളിസി ചെയ്യുന്നപ്പോൾ മെയിനായിട്ട് ഫോറക്സ് ഇപ്പോൾ വ്യാപാരികളല്ല NFP പോലുള്ള ഡാറ്റ റിലീസ് വളരെ സൂക്ഷിച്ച് ആ ട്രേഡുകളെല്ലാം ഓപ്പൺ ആണെങ്കിൽ ആ ന്യൂസ് വരുന്ന സമയം നമ്മൾ മാർക്കറ്റിൽ ഉണ്ടായിരിക്കണം. സ്റ്റോപ്പ് ലോസ് വെക്കാതെ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ, പുതുതായി ട്രേഡ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ആക്റ്റീവ് ആവണം. കാരണം അത് നമുക്ക് നല്ലൊരു ഇൻഡിക്കേറ്ററാണ് ബൈ ചെയ്യണോ സെൽ ചെയ്യണോ എന്നുള്ളത്. കാരണം ആ സമയത്ത് മാർക്കറ്റ് ഭയങ്കരമായിട്ട് വോളറ്റൈൽ ആയിരിക്കും. അപ്പം നമ്മുടെ സ്പ്രെഡൊക്കെ കുറച്ച് വൈഡൻ ആവാൻ സാധ്യതയുണ്ട്. സ്റ്റോപ്പ് ലോസ് കിട്ടും. അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു മാർജിൻ കോളൊക്കെ അറിയാലോ, നമ്മുടെ മാർജിൻ കുറയുന്നു, നമുക്ക് ഫണ്ട് ആഡ് ചെയ്യേണ്ടി വരും, നിലവിലുള്ള ട്രേഡ് ക്ലോസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സ്ലിപ്പേജ് സംഭവിക്കും. സ്ലിപ്പേജ് നിങ്ങൾക്ക് അറിയാലോ, പെട്ടെന്ന് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2000 നമ്മൾ ഗോൾഡ് മേടിച്ചു, 1995 നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റ് താഴത്തേക്ക് ഇങ്ങനെ ഫോൾ ചെയ്യുകയാണെങ്കിൽ 1995 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാതെ 1993 ആയിരിക്കും ഹിറ്റ് ആവുക. അതങ്ങനെ സംഭവിക്കും. അതൊക്കെ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റിൽ ഒത്തിരി പേര് ട്രേഡുകൾ ഇടുന്ന കാരണം ആദ്യം ഇടും, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന രീതിയിൽ ആദ്യം സെല്ല് ഇട്ടവരുടെ ട്രേഡുകളാണ് ക്ലോസ് ആയി പോവുക. അപ്പോൾ 1995 നമ്മുടെ സ്റ്റോപ്പ് ലോസ് 1995 ഹിറ്റ് ആവാതെ ചിലപ്പോൾ അതിന് താഴെ 1994 1994.5 ഹിറ്റ് ആവാം. അപ്പോൾ NFP വളരെ ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസാണ്. എല്ലാ മാസവും വരുന്ന ന്യൂസാണ്. അമേരിക്കയുടെ തൊഴിലിനെ കുറിച്ചുള്ള ന്യൂസാണ്. ഏതൊക്കെ സെക്ടറാണ് ഒഴിവാക്കിയിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടിയും പറയുന്നു. NFP ഡാറ്റ അമേരിക്കൻ തൊഴിലവസരങ്ങളുടെ സൂചകമാണ്. അതിനാൽ US ഡോളർ, യൂറോ USD, JPY, JPB USD, USD CHF എന്നിവയും മറ്റുള്ളവയും ഉൾപ്പെടുന്ന നിങ്ങളുടെ കറൻസി ജോഡികളെയാണ് ഡാറ്റ റിലീസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. NFP റിലീസ് ചെയ്യുമ്പോൾ മറ്റ് കറൻസി ജോഡികളും ചാഞ്ചാട്ടത്തിൽ വർധനവ് കാണിക്കുന്നു. വ്യാപാരികളും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, കാരണം അവ നിർത്തിയേക്കാം. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് OPEC, ഓയിൽ പ്രൊഡ്യൂസിങ് എക്സ്പോർട്ടിംഗ് കൺട്രീസിൻ്റെ മീറ്റിംഗ്. സാമ്പത്തിക കലണ്ടറിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തീയതികളിൽ ഒന്ന് OPEC മീറ്റിംഗിന് സമയമാണ്. ഈ മീറ്റിംഗിൻ്റെ ഫലം വിപണി വിലയിലും പ്രത്യേകിച്ച് ആഗോള എണ്ണ വിലയിലും കാര്യമായ സ്വാധീനം ചെലുത്തും. OPEC-ന് 3 പ്രധാന ലക്ഷ്യമുണ്ട്. എണ്ണവില സ്ഥിരത നിലനിർത്തുക. ആദ്യത്തേത് ക്വാർട്ടറുകളിലൂടെ ഉൽപ്പാദനത്തെ അതിൻ്റെ അംഗങ്ങൾ ഏകോപിപ്പിച്ച് എണ്ണവില സ്ഥിരത നിലനിർത്തുക എന്നതാണ്. വിതരണം നിയന്ത്രിക്കുന്നതിലൂടെ ലോക വിപണിയിലെ എണ്ണവിലയിൽ OPEC-ന് കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് സിദ്ധാന്തം. മെയിനായിട്ട് 3 ലക്ഷ്യങ്ങളാണുള്ളത്. എണ്ണയുടെ വില സ്ഥിരതപ്പെടുത്തുക, അതുപോലെ തന്നെ സർപ്ലസും ഷോർട്ടേജും ഇല്ലാതാക്കുക. അതെങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. മിച്ചവും കുറവും കുറയ്ക്കുക, അതാണ് സർപ്ലസ് ആൻഡ് ഷോർട്ടേജ്. സർപ്ലസ് കൂടുതൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രൈസ് ഭയങ്കരമായിട്ട് കുറയും. എണ്ണയുടെ കുറവ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? നമുക്ക് നോക്കാം. എണ്ണവിലയിലെ ചാഞ്ചാട്ടം കുറയ്ക്കുക. OPEC അംഗങ്ങൾക്ക് എണ്ണ ഉൽപ്പാദനവും വിതരണവും കഴിയുന്നത്ര ലാഭകരമാക്കുന്ന പ്രതീക്ഷയിലാണ്. എണ്ണവിലയിലെ ചാഞ്ചാട്ടം കുറയ്ക്കുക എന്നതാണ് OPEC-ന്റെ ലക്ഷ്യങ്ങളിൽ മൂന്നാമത്തേത്. 2 ആശയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡോളറിന്റെ വിലയുമായി എണ്ണയുടെ വില വിപരീതമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് മേജർ കറൻസി ആയിട്ടുള്ള ഡോളറിനെ എങ്ങനെ ഇത് എഫക്റ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഒരു ബാരൽ എണ്ണയുടെ വില US ലോകമെമ്പാടുള്ള ഡോളറാണ്. അതായത് ബാരൽ പറയല്ലോ, ഓയിലിൻ്റെ ഒരു
വേൾഡ് വൈഡ് കറൻസി നമ്മൾ ഡോളറിലാണ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഒരു ബാരൽ എണ്ണ വാങ്ങാൻ നിങ്ങൾക്ക് കുറച്ച് US$ ആവശ്യമാണ്. US$ ദുർബലമാകുമ്പോൾ ഡോളർ മൂല്യത്തിൻ്റെ ഓടിൻ്റെ വില കൂടുതലാണ്, അതായത് പർച്ചേസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. ഡോളർ കൂടുതലാണെങ്കിൽ ഇപ്പോൾ ഒരു 100 രൂപ കൊടുത്ത് ഒരു അങ്ങനെ കിട്ടില്ല, എന്നാലും ഒരു എക്സാമ്പിൾ പറയണം, $100 കൊടുത്ത് ഒരു ബാരൽ എണ്ണയ്ക്ക് $100 ആണെന്നുണ്ടെങ്കിൽ ആ ഡോളറിൻ്റെ വില കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡോളറിൻ്റെ വില കൂടുകയാണെങ്കിൽ $110 കൊടുക്കേണ്ടി വരും നാളെ ഒരു ബാരൽ എണ്ണ കിട്ടാൻ. നേരെ മറിച്ച് കുറയുകയാണെങ്കിലോ $90 കൊടുത്താൽ മതി. ഡോളർ സ്ട്രോങ് ആവുകയാണെങ്കിൽ $90 കൊടുത്താൽ മതി ഒരു ബാരൽ എണ്ണ കിട്ടാൻ. അപ്പോൾ ഡോളറിൻ്റെ വില ഇതിൽ ശക്തമാണ്, ഈ എണ്ണയുടെ കാര്യത്തിൽ വളരെ ശക്തമാണ്. അമേരിക്ക ചരിത്രപരമായി എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. കൂടുതൽ ഡോളർ വിദേശത്തേക്ക് അയക്കേണ്ടതിനാൽ എണ്ണ വില ഉയരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രേഡ് ബാലൻസ് കമ്മിറ്റി ഉയരാൻ കാരണമാകുന്നു. നമ്പർ 2, ഇപ്പോൾ സാധുവല്ല. 2011 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മൊത്തം കയറ്റുമതിക്കാരായി മാറി. പണ്ട് US ഒരുപാട് ഓയിൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിരുന്നു. 2011 ശേഷം അവർ ഒരുപാട് ഓയിലുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം, വെസ്റ്റേൺ ടെക്സാസിലുള്ള US ഏറ്റവും വലിയ ഓയിൽ പ്രൊഡക്ഷൻ നടക്കുന്നത് ടെക്സാസിലാണ്. ഇപ്പോൾ US ഓയിൽ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരാണ് ഇപ്പോൾ നമുക്ക് സ്വിംഗ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയാം. അവരാണ് പ്രൈസ് ഇപ്പോൾ നിലവിൽ സ്വാധീനിക്കുന്നത്. ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്താ പറയുക, ഡോളറിൻ്റെ വില കൂടുമ്പോൾ ഓയിലിൻ്റെ വില കൂടി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വേറെ ടോപ്പിക്കാണ്, എന്നിരുന്നാലും ആഡ് ഓൺ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് നോക്കാം. ഇപ്പോൾ ക്രൂഡ് ഓയിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് US എണ്ണ കയറ്റുമതി വർദ്ധിച്ചതിനാൽ ഇറക്കുമതി കുറഞ്ഞു. ഇതിനർത്ഥം ഉയർന്ന എണ്ണവില മേലിൽ ഉയർന്ന US-നും വ്യാപാര പരാജയത്തിനും കാരണമാകില്ല. US-ന് കൂടുതൽ എണ്ണ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നാളെ എണ്ണയുടെ വില കൂടിയാലും US എക്കോണമിനെ അത് ബാധിക്കില്ല, US കറൻസിനെ അത് ബാധിക്കില്ല. മാത്രമല്ല അത് കുറയ്ക്കാൻ സഹായിക്കുന്നു. കാരണം ഒത്തിരിയധികം എണ്ണ പുറത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എണ്ണയുടെ പ്രൈസ് ലോകത്തിൽ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റും, കാരണം അവർ അത്രയധികം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എണ്ണയുടെ പുതിയ സ്വിംഗ് നിർമ്മാതാവായി മാറിയിരിക്കുന്നു. അതായത് ആഗോള എണ്ണ വിലയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അതിൻ്റെ ഉൽപ്പാദന നിലവാരമാണ്. US വരും വർഷങ്ങളിൽ പെട്രോ കറൻസി പോലെ വ്യാപാരം ആരംഭിച്ചേക്കാം. ഇറക്കുമതിയേക്കാൾ ഒക്കെ കയറ്റുമതിയുടെ വിഹിതം US വർദ്ധിപ്പിക്കുന്നത് തുടരുമ്പോൾ എണ്ണയിൽ നിന്നുള്ള വരുമാനം US സമ്പദ് വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിക്കും. കൂടാതെ $, ഒരു പെട്രോ കറൻസി പോലെ പെരുമാറാൻ തുടങ്ങിയേക്കാം. അതായത് എണ്ണ വില ഉയരുമ്പോൾ കറൻസി വിലയും ഉയരും. നിങ്ങൾക്ക് പണ്ട് $, കാര്യം അറിയാമല്ലോ. പെട്രോ എങ്ങനെയാണ് പെഗ് ചെയ്തെന്നുള്ളതും സൗദി അറേബ്യയിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ എങ്ങനെയാണ് അവിടെ US വന്നത് എന്നുള്ളതും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരോട് ചോദിച്ചാൽ മതി, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. കാരണം അങ്ങനെയാണ് US എന്നൊരു ഡോളർ അത്രയും സ്ട്രോങ് ആയതും. പല സ്വിഫ്റ്റ് കറൻസികൾ നിങ്ങൾക്കറിയാം, പല കറൻസിലായിട്ട് പെഗ് ചെയ്തിട്ടുണ്ടാവും. ഗോൾഡും ഡോളറായിട്ട് പെഗ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോറിയൊക്കെ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ US ഓയിൽ പെട്രോ കറൻസി പോലെ മാറാൻ തുടങ്ങിയാകും. അപ്പോൾ നാളെ എണ്ണയുടെ വില കൂടുമ്പോൾ കറൻസിയുടെ വിലയും കൂടും, കാരണം മേജർ പ്രൊഡക്ഷൻ നടക്കുന്നത് US-ലാണ്. ഡോളർ ചരിത്രപരമായി വിലയ്ക്ക് വിപരീതമായി വ്യാപാരം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നും അടുത്ത കാലത്ത് കൊമേഴ്ഷ്യൽ ദുർബലമായത് എന്തുകൊണ്ടാണെന്നും മനസ്സിലാക്കുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥ വികസിക്കുന്നത് തുടരുമ്പോൾ കൂടുതൽ അറിവുള്ള വ്യാപാര തീരുമാനങ്ങൾ എടുക്കാൻ വ്യാപാരം സഹായിക്കും. ബേസിക്കലി ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് കൂടുതൽ ഈ മാർക്കറ്റിലേക്ക് ഒരു ഔട്ട്ലുക്ക് കിട്ടാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് കൂടുതൽ നാളത്തേക്ക് ട്രേഡുകൾ എടുക്കാനും. നമുക്ക് ഈ ന്യൂസൊക്കെ അറിയുമ്പോൾ നമുക്ക് ഇന്നും നാളെ അല്ല, ഒരാഴ്ചത്തേക്ക് മാർക്കറ്റിൽ നിന്ന് സംഭവിക്കും, അടുത്ത ഒരു 15 ദിവസത്തേക്ക് മാർക്കറ്റിൽ നിന്ന് സംഭവിക്കും. US ഓയിലിൻ്റെ കാര്യമാണെങ്കിൽ, US എക്കോണമിയുടെ കാര്യം അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഏത് അവസ്ഥയിലാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡുകൾ എടുക്കാൻ സഹായിക്കും. നമ്മൾ ബേസിക്കലി ഫോറക്സിൽ വന്നിട്ടുള്ള എന്തിനാണ് ട്രേഡ് ചെയ്യുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതിന് ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രം പോരാ, ഫണ്ടമെന്റൽസ് കാര്യങ്ങൾ വേണം. അതിന് ഈ ന്യൂസുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക്. അറിയാലോ GDP എന്താണെന്നുള്ളത്. ഒരു പ്രത്യേക രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൊത്തം വിപണി മൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം. മൊത്ത ആഭ്യന്തര ഉൽപ്പാദന കണക്കുകൾ പ്രതിമാസം അല്ലെങ്കിൽ ത്രൈമാസ അടിസ്ഥാനത്തിൽ പുറത്തുവിടാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിനായി US വാണിജ്യ വകുപ്പിന്റെ ഒരു ശാഖയായ ബ്യൂറോ ഓഫ് എക്കണോമിക് അനാലിസിസ് അവസാന ത്രൈമാസ ആഭ്യന്തര കണക്കുകൾ ഓരോ മാസ അവസാനവും അധിക വിപുലമായ അല്ലെങ്കിൽ പ്രാഥമിക കണക്കുകൾക്കൊപ്പം പുറത്തിറക്കുന്നു. ഉൽപ്പാദനക്ഷമമായ സമ്പദ് വ്യവസ്ഥയിലെ വളർച്ചയുടെ തെളിവായി ഇത് വർത്തിക്കുന്നു.
തൽഫലമായി കറൻസി വ്യാപാരികൾ GDPയുടെ ഉയർന്ന നിരക്കുകൾ തേടുകയോ പലിശ നിരക്കുകൾ അതേ ദിശയിലേക്ക് പോകുമെന്ന വിശ്വാസത്തിൽ വളരുകയോ ചെയ്യും. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഈ സമ്പദ് വ്യവസ്ഥ നല്ല വളർച്ചാ നിരക്ക് അനുഭവിക്കുകയാണെങ്കിൽ പ്രയോജനങ്ങൾ ഉപഭോക്താവിലേക്ക് ഒഴുകും. ചെലവിനും വിപുലീകരണത്തിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഉയർന്ന ചെലവ് ഉയർന്ന വിലയിലേക്ക് നയിക്കുന്നു. പലിശ നിരക്ക് വർധനയിലൂടെ സെൻട്രൽ ബാങ്കുകൾ മെരുക്കാൻ ശ്രമിക്കുന്നത്. GDP ബേസിക്കലി ഒരു എക്കോണമി, ഒരു രാജ്യത്തിന്റെ ഗ്രോത്തിനെ അടയാളപ്പെടുത്തുന്നതാണ്. അപ്പോൾ അറിയാലോ, നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്കോണമി ഗ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിക്കും? അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ്, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അവിടെ മാനുഫാക്ചർ ചെയ്യുന്ന, അവിടുത്തെ കൺസ്യൂമർ സ്പെൻഡ് ചെയ്യുന്ന, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാൽ ഇത് എല്ലാം കണക്റ്റഡ് ആണ്. ഈ കാര്യങ്ങളെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ GDP ന്യൂസ് സ്ട്രോങ് ആകുമ്പോൾ അവിടെ ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാൻ സാധ്യതയുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. മൂന്ന് പതിപ്പുകളുണ്ട്: വിപുലമായതും പ്രാഥമികവും അവസാനവും. ഇത് വ്യക്തിഗത റിലീസുകൾ മാത്രമല്ല, മൂന്ന് തമ്മിലുള്ള ബന്ധമാണ് പ്രധാനം. കറൻസി പ്രൊഫഷണലുകൾ ട്രേഡ് ചെയ്യുമ്പോൾ അഡ്വാൻസ് റീഡിങ്ങിന് ഊന്നൽ നൽകും, പക്ഷേ പ്രാഥമികവും അവസാനവുമായ വായനകളുമായി വിപുലമായതിന് താരതമ്യം ചെയ്യുമ്പോൾ അവർ വ്യത്യസ്തമൊന്നും തള്ളിക്കളയില്ല. ബേസിക്കലി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അഡ്വാൻസ്ഡ്, പ്രിലിമിനറി ആൻഡ് ഫൈനൽ GDP ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ മാസത്തെ ഫൈനൽ GDP ഒരു 2% ആണ്. ഈ വർഷത്തെ ഫൈനൽ GDP 3% എന്ന് വിചാരിക്കാം. അടുത്ത വർഷത്തെ അഡ്വാൻസ്ഡ് GDP 4% വന്നു. അപ്പോൾ അതവിടെ ഒരു പോസിറ്റീവ് സൈനാണ്. എക്കോണമി വലുതാവുന്നു. പക്ഷേ ആ വർഷത്തെ അഡ്വാൻസ്ഡ് GDPയെക്കാളും കുറവാണ് ആ വർഷത്തെ ഫൈനൽ GDP എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് അസ്യൂം ചെയ്ത അത്ര വിപണി എക്കോണമി വലുതായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് GDPക്ക് നെഗറ്റീവാണ്. അപ്പോൾ എപ്പോഴും അഡ്വാൻസ് നോക്കണം, ഫൈനൽ നോക്കണം. ഇത് നമ്മൾ വ്യത്യാസം നോക്കണം. GDP 3 തരത്തിലുണ്ട്: അഡ്വാൻസ്, പ്രിലിമിനറി ആൻഡ് ഫൈനൽ. നമുക്കൊരു ഉദാഹരണം വെച്ച് നോക്കാം. ഉദാഹരണത്തിന്, മുൻ എക്സ്റ്റൻഡഡ് റിലീസിന്റെ 3.596 അപേക്ഷിച്ച് അവസാന വായന 1.5% വർധനയാണ്. ഇത് വിപുലീകൃത വായനയിലും അവസാന വായനയിലും സമാനമായ 1.5% പ്രിന്റുമായി താരതമ്യപ്പെടുന്നില്ല. ഈ പോസിറ്റീവ് വളർച്ച സംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അഡ്വാൻസ് ഫൈനൽ റീഡിംഗ് പ്രിന്റ് വളർച്ച 1.5% ആയിരുന്നു. പോസിറ്റീവ് വളർച്ച ഡാറ്റ എല്ലായ്പ്പോഴും സമ്പദ് വ്യവസ്ഥയിൽ നല്ലതാണ്. പക്ഷേ അന്തിമ GDP സംഖ്യ വിശാലമായ വായനയേക്കാൾ കുറവായിരിക്കുമ്പോൾ അല്ല. വിശാലമായ വായന എന്ന് ഉദ്ദേശിച്ചത് അഡ്വാൻസ്ഡ് റിസൾട്ടിനേക്കാളും കുറവാണ് GDP. അന്തിമ GDP എന്ന് പറഞ്ഞാൽ ഫൈനൽ GDP. നേരത്തെ പറഞ്ഞ തന്നെ നമ്മൾ ഈ സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ബേസിക്കലി 3 തരത്തിലുള്ള GDP ന്യൂസുകളുണ്ട്. അതിൽ അഡ്വാൻസ് എപ്പോഴും ആൾക്കാർ നോക്കുന്നുണ്ട്. ട്രേഡ് ചെയ്യുന്നവർ പെട്ടെന്നുള്ള ഒരു മാർക്കറ്റിൽ ഒരു സ്പൈക്കിനൊക്കെ സഹായിക്കും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഇയർ അഡ്വാൻസിനേക്കാളും കുറവാണ് ഫൈനൽ GDP എന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് അല്ലെങ്കിൽ എക്കോണമി ഗ്രോ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിചാരിച്ചത്ര. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് GfK കൺസ്യൂമർ കോൺഫിഡൻസ്. GfK കൺസ്യൂമർ കോൺഫിഡൻസ് റിപ്പോർട്ട് യൂറോപ്പിലെ പല പ്രധാന രാജ്യങ്ങളിലെയും, പ്രത്യേകിച്ച് യുണൈറ്റഡ് കിങ്ഡത്തിലെയും ജർമ്മനിയിലും സമ്പദ് വ്യവസ്ഥയിലെ ഉപഭോക്തൃ വിശ്വാസത്തിന്റെ തോത് വിശദീകരിക്കുന്നു. അടുത്ത 12 മാസത്തെ സമ്പദ് വ്യവസ്ഥയുടെ ഗതിയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് എന്ന് തോന്നുന്നതിനെ കുറിച്ച് ഒരു ആശയം നൽകാൻ സഹായിക്കും. ജർമ്മൻ മാർക്കറ്റ് റിസർച്ച് കമ്പനിയായ GfK ഗ്രൂപ്പ് കൺസ്യൂമർ കോൺഫിഡൻസ്, വ്യക്തിഗത ധനകാര്യത്തിലെ മാറ്റങ്ങൾ, പൊതു സാമ്പത്തിക സ്ഥിതി, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, നിലവിലെ വാങ്ങൽ കാലാവസ്ഥ, ഉപഭോക്തൃ ചെലവുകൾ, സമ്പാദ്യം എന്നിവ ട്രാക്ക് ചെയ്യുന്നു. GfK കൺസ്യൂമർ കോൺഫിഡൻസ് സർവേ യൂറോപ്യൻ യൂണിയനിലും യുണൈറ്റഡ് കിങ്ഡത്തിലും എല്ലാ മാസവും നടത്തുന്നു. അപ്പോൾ GfK കൺസ്യൂമർ കോൺഫിഡൻസ് നമ്മൾ US നിന്ന് മാറി UK യൂറോപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു കൺസ്യൂമർ കോൺഫിഡൻസ് ആണ്. അതവിടെ ജർമ്മൻ മാർക്കറ്റ്, മെയിനായിട്ട് ജർമ്മനാണ് GfK. ജർമ്മൻ മാർക്കറ്റ് റിസർച്ച് കമ്പനിയായ GfK ഗ്രൂപ്പാണ് അടുത്ത 12 മാസത്തേക്കുള്ള സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഗതി, ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാനായിട്ട് അതിനുവേണ്ടി അവർ യൂസ് ചെയ്യുന്നത് വ്യക്തിഗത ധനകാര്യത്തിലെ മാറ്റങ്ങൾ, പൊതു സാമ്പത്തിക സ്ഥിതി, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, നിലവിലെ വാങ്ങൽ കാലാവസ്ഥ, ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ഉപഭോക്തൃ ചെലവുകൾ, സമ്പാദ്യം എന്നിവ ട്രാക്ക് ചെയ്യുന്നു. സർവേയുടെ സ്വീകർത്താക്കൾക്ക് അവരുടെ വ്യക്തിപരമായ സാഹചര്യങ്ങളുടെ മാറ്റങ്ങൾ, പൊതു സാമ്പത്തിക സ്ഥിതി, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, നിലവിലെ വാങ്ങൽ കാലാവസ്ഥ, ഉപഭോക്തൃ ചെലവുകൾ, സമ്പാദ്യം എന്നിവ ട്രാക്ക് ചെയ്യുന്നു. സോ കൺസ്യൂമർ കോൺഫിഡൻസ്, ഈ GfK കൺസ്യൂമർ കോൺഫിഡൻസ് സർവേ യൂറോപ്യൻ യൂണിയനിലും യുണൈറ്റഡ് കിങ്ഡത്തിലും എല്ലാ മാസവും നടത്തപ്പെടുന്നു. ബേസിക്കലി എല്ലാ മാസം നടത്തുന്ന ഒരു ഇതാണ്.
അവിടുത്തെ 12 മാസത്തെ സമ്പദ് വ്യവസ്ഥയുടെ അടുത്ത വരാനിരിക്കുന്ന 12 മാസത്തെ സമ്പദ് വ്യവസ്ഥയുടെ ഗതിയെക്കുറിച്ച് അറിയാനായിട്ട് പൊതുജനങ്ങളുടെ ഇടയിൽ പോയിട്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എന്താണ് അവിടുത്തെ പൾസ് എന്താണെന്നുള്ളത് കൺസ്യൂമറെ കയ്യിൽ നിന്ന് അറിയാൻ പറ്റും. കൺസ്യൂമറാണ് അവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അവിടെ നിന്ന് ഡെയിലി വേജസ് ഡേ ടു ഡേ ലൈഫ് ചെയ്യുന്ന ആൾക്കാർ, അവർക്കാണ് ഇത് കൂടുതൽ അറിയാൻ പറ്റുക. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ മാനുഫാക്ചറിങ് കമ്പനിയെക്കാളും പക്ഷേ ഇവർക്കാണ് കൂടുതൽ. ഇപ്പോൾ ഇതൊരു ഡയറക്റ്റ് ന്യൂസ് കളക്ട് ചെയ്യുന്നതാണ് GFK. പലരും കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ടോപ്പിക്കുകളിൽ ആഡ് ചെയ്യണതുള്ളത്. കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുള്ള GDP അതൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പുതിയ അറിവാണ്, നിങ്ങളത് നോട്ട് ചെയ്തിടാം. GFK സർവേയുടെ സ്വീകർത്താക്കൾക്ക് അവരുടെ വ്യക്തിപരമായ സാഹചര്യങ്ങളും മാറ്റങ്ങളും കുറിച്ചും അവരുടെ വീട്ടുകാരുടെ പൊതുവായ സാമ്പത്തിക സ്ഥിതി, വ്യക്തിഗത സാമ്പത്തിക സ്ഥിതി എന്നിവയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. തൊഴിൽ ചെലവിടലും സമ്പാദ്യവും പണപ്പെരുപ്പും തൊഴിലില്ലായ്മ പൊതു സാമ്പത്തിക കാലാവസ്ഥ മറ്റ് അനുബന്ധ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവരുടെ വിവരങ്ങളെക്കുറിച്ചും അവരോട് ചോദിക്കുന്നു. ഫലങ്ങൾ -100 മുതൽ +100 വരെയാണ് സൂചികയിൽ സ്ഥാപിക്കുന്നത്. ഉയർന്ന സംഖ്യകൾ ഉപഭോക്തൃ ആത്മവിശ്വാസത്തിന്റെ ഉയർന്ന തലങ്ങൾ പ്രതികരിക്കുന്നു. ബേസിക്കലി +100 മേലെ വരാണെങ്കിൽ പോസിറ്റീവ് ആണെന്നുള്ളത്, -100 വരാണെങ്കിൽ നെഗറ്റീവ് ആണെന്നുള്ളതാണ്. അടുത്തത് കൺസ്യൂമർ കോൺഫിഡൻസ് ആണ്. അത് നമുക്ക് ഈ വാക്കുകൾ വായിക്കുമ്പോൾ തന്നെ അറിയാം. കോൺഫറൻസ് ബോർഡ് പുറത്തിറക്കി ഉപഭോക്തൃ ആത്മവിശ്വാസം സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ വ്യക്തികൾക്കുള്ള ആത്മവിശ്വാസത്തിന്റെ നിലവാരം പിടിച്ചെടുക്കുന്നു. ഉപഭോക്തൃ ആത്മവിശ്വാസത്തിന്റെ ഉയർന്ന തലം സാമ്പത്തിക വികാസത്തെ ഉത്തേജിപ്പിക്കുന്നു. ബേസിക്കലി കൺസ്യൂമർ കോൺഫിഡൻസിനെ കുറിച്ചുള്ള ന്യൂസാണിത്. അടുത്ത ഡ്യൂറബിൾ ഗുഡ്സ് ആണ്. ഇതിൽ ഡ്യൂറബിൾ എന്ന് ഉദ്ദേശിച്ച് 3 വർഷത്തേക്കും കൂടുതൽ നിൽക്കുന്ന സാധനങ്ങളുടെ ഇപ്പോൾ സാമ്പത്തിക സ്ഥിതിയുടെ, അതായത് 3 വർഷമോ വീട്ടുപകരണങ്ങളോ മോട്ടോർ വാഹനങ്ങളൊക്കെ ആയിരിക്കും. ഇതിൻ്റെ ഓർഡേഴ്സിൻ്റെ ലിസ്റ്റ് വരും. ഈ ലിസ്റ്റിൻ്റെ ന്യൂസും നമുക്ക് ഫണ്ടമെൻ്റലായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ അടുത്തത് IFO ബിസിനസ് ക്ലൈമറ്റ് ആണ്. ജർമ്മനിയിൽ IFO ബിസിനസ് ക്ലൈമറ്റ് ഇൻഡെക്സ് നിലവിലെ ബിസിനസ് സാഹചര്യത്തെക്കുറിച്ചും അടുത്ത 6 മാസത്തേക്കുള്ള അവരുടെ പ്രതീക്ഷകളെക്കുറിച്ചും സംരംഭകരുടെ വികാരം അളക്കുന്നു. ഫോൺ മുഖേന നടത്തിയ സർവേയിൽ ഉൽപ്പാദനം, സേവന മേഖല, വ്യാപാരം, നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ 9000 സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശുഭാപ്തി വിശ്വാസമുള്ള എക്സിക്യൂട്ടീവുകളുടെ ശതമാന വിഹിതവും അശുഭാപ്തി വിശ്വാസമുള്ള ഷെയറും തമ്മിലുള്ള വ്യത്യാസമാണ് ബിസിനസ് ക്ലൈമറ്റ് ബാലൻസ് എന്ന് വെച്ചിരിക്കുന്നത്. ഇത് -100 ആണെങ്കിൽ സാഹചര്യം മോശമാണെന്നും, +100 ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതും കുറച്ചും കൂടി നല്ലൊരു ഇൻഡിക്കേറ്റർ ആണ്. കാരണം ഇത് നേരിട്ട് 9000 സ്ഥാപനങ്ങളിലേക്ക് വിളിച്ച് ചോദിച്ച് എടുത്ത ഇതാണ്. ആ സർവേയിലെ സേവന മേഖല, വ്യാപാരം, നിർമ്മാണം തുടങ്ങിയിട്ടുള്ള മേഖലയിൽ നിന്നിട്ടുള്ളതാണ് ഈ ഡീറ്റെയിൽസ് എടുത്തിട്ടുള്ളത്. അടുത്ത് റീറ്റെയിൽ സെയിൽസ് ആണ്. റീറ്റെയിൽ സെയിൽസ് നിങ്ങൾക്ക് ആ പേര് പോലെ തന്നെ US സെൻസസ് ബ്യൂറോ പുറത്തിറക്കിയ റീറ്റെയിൽ വിൽപ്പന, റീറ്റെയിൽ സ്റ്റോക്കുകളുടെ മൊത്തം രസീതുകൾ അളക്കുന്നു. മൊത്തം റെസീറ്റ് എടുത്തിട്ട് അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ, പൊതുവായി പറഞ്ഞാൽ ഉയർന്ന വായനയെ USD പോസിറ്റീവായിട്ടും, കൂടുതൽ റെസീപ്റ്റ്സ് അവിടെ വരുന്നുണ്ടെങ്കിൽ കൂടുതൽ സെയിൽ നടക്കണമെന്ന് അർത്ഥം. അപ്പോൾ അത് പോസിറ്റീവായിട്ടും നമ്മൾ കാണുന്നു. പിന്നെ അടുത്താണ് FOMC മിനിറ്റ്സ്. FOMC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഈ മോണിറ്ററി പോളിസി സംബന്ധമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് FOMC മിനിറ്റ് ആണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ അടുത്ത വെബിനാറിൽ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ പിന്നത്തെ ആഴ്ചയിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ FOMC മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന ദീർഘകാല ലക്ഷ്യങ്ങളായ വില സ്ഥിരത, സുസ്ഥിര സാമ്പത്തിക വളർച്ച എന്നിവയുടെ അപകട സാധ്യത വിലയിരുത്തുകയും ചെയ്യുന്നു. FOMC മിനിറ്റ്സ് ഫെഡറൽ റിസർവ് ബോർഡിന്റെ ഓഫ് ഗവർണേഴ്സ് പുറത്തിറക്കുന്നു. ഭാവിയിലെ US-ന്റെ പലിശ നിരക്ക് നയത്തിലുള്ള വ്യക്തമായ മാർഗനിർദ്ദേശമാണ്. അപ്പം US-ലെ മോണിറ്ററി പോളിസി തീരുമാനിക്കുന്നത് FOMC മിനിറ്റ്സ് ആണ്. ഓക്കെ, ഇതാണ് എൻ്റെ ഇത്തിരി ലോങ് ആയി പോയി എന്നറിയാം, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞെടുക്കുന്നത്. അപ്പം എല്ലാവരും ഇത് കാണാം. സംശയം ഉണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യണം. സാധാരണ ചെയ്യുന്ന പോലെ നിങ്ങൾ എടുക്കുന്ന ട്രേഡുകളും അതിൻ്റെ പ്രോഫിറ്റും പോർട്ട്ഫോളിയോ ഞാൻ കാണുന്നുണ്ട്. സന്തോഷമുണ്ട്. പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുക. തെറ്റുകൾ വരും, മനുഷ്യരാണ്. തെറ്റുകൾ തിരുത്തി ഇമോഷൻ കൺട്രോൾ ചെയ്ത് ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു, ബൈ.